ഇന്നത്തെ പകൽക്കാലം ദൈവവചന ധ്യാനത്തിനായിട്ട് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 21-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഗോസ്പൽ ഓഫ് മാത്യു ചാപ്റ്റർ 1 വേഴ്സ് 21. അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുവാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന പേർ ഇടേണം എന്ന് പറഞ്ഞു. പരിശുദ്ധ പിതാവേ, അപ്പച്ചൻ്റെ സന്നിധിയിലേക്ക് അടിയങ്ങൾ വീണ്ടും അടുത്ത് വരുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ചെയ്യുന്ന ആത്മീകവും ഭൗതികവുമായ നന്മകൾക്കായി സ്തോത്രം. ഞങ്ങളെ നടത്തുന്ന ഞങ്ങളുടെ വിധങ്ങൾക്കായി സ്തോത്രം. അങ്ങയുടെ മഹാസ്നേഹത്തെ അനുദിനം അനുഭവിപ്പാൻ തക്കവണ്ണം അങ്ങയുടെ പുത്രനിലൂടെ ഞങ്ങളെ തിരഞ്ഞെടുത്ത മഹാശ്രേഷ്ഠകരമായ വഴികൾക്കായി അടിയങ്ങൾക്ക് ദാനം തന്ന പദവികൾക്കായി സ്തോത്രം. ഇന്നത്തെ പകൽക്കാലം അങ്ങയുടെ സന്നിധിയിലേക്ക് അടിയങ്ങൾ വീണ്ടും അടുത്ത് വരുന്ന കർത്താവേ, കേൾപ്പിച്ച വചനത്തെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. പരിശുദ്ധ വചനത്തിൻ്റെ ആഴങ്ങൾ അറിഞ്ഞ് ഇന്നത്തെ പകൽക്കാലം ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങയെ സ്തുതിക്കുവാനും സ്തോത്രം ചെയ്യുവാനും ആരാധിപ്പാനും അങ്ങയുടെ കൃപ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ഹിതപ്രകാരം ഞങ്ങളെ നടത്തിക്കാട്ട്. അങ്ങയുടെ നാമം മഹിമപ്പെടുത്തണം. യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ അടിയങ്ങൾ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കണമേ. ആമേൻ. എല്ലാവർക്കും പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. സഹോദരങ്ങളെ, നമ്മളൊരു വ്യക്തിയെക്കുറിച്ചുള്ള നമ്മുടെ അറിവാണ് ആ വ്യക്തിയോട് നമ്മളെ അടുപ്പിക്കുന്നത്. അത് സ്നേഹത്തിലായിക്കൊള്ളട്ടെ, ആദരവിലായിക്കൊള്ളട്ടെ, ജീവിതകാലം മുഴുവനും നിലനിൽക്കുന്ന ഒരു വലിയ ബന്ധത്തിലേക്കായിക്കൊള്ളട്ടെ, ഇതൊക്കെയും തുടങ്ങുന്നത് ആ വ്യക്തിയെക്കുറിച്ചുള്ള നമ്മുടെ അറിവാണ്. നമ്മുടെ അറിവ് വികലമായി പോയി കഴിഞ്ഞാൽ അത് ബന്ധത്തിന് ഉലച്ചിലുണ്ടാക്കും. ഒരുപക്ഷെ ഒരു ബന്ധത്തിലേക്ക് വരുവാൻ തന്നെ നമുക്ക് ഇടയാകത്തില്ല. ഈ ലോകത്തിൽ എത്രയോ മനുഷ്യർ നമ്മുടെ ചുറ്റുപാടുമുണ്ടല്ലേ. അവരുമായിട്ടൊന്നും നമുക്കൊരു ബന്ധങ്ങളില്ല. അവരെയൊക്കെ കാണുന്നു, ചിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സുകളിലാണെങ്കിൽ, നമ്മുടെ ജോലി സ്ഥലങ്ങളിലാണെങ്കിൽ, നമ്മളായിരിക്കുന്നിടത്തൊക്കെ അവരെ കണ്ടു, ഹായ് ബൈ പറഞ്ഞിട്ട് അവർ പോവുകയാണ്. പക്ഷേ ചില വ്യക്തികളുമായി ചില ബന്ധങ്ങളുണ്ട്. ഭൗതിക ബന്ധങ്ങളുണ്ട്, ആത്മീക ബന്ധങ്ങളുണ്ട്. അതൊക്കെയും ഉണ്ടായത് ആ വ്യക്തികളെക്കുറിച്ചുള്ള അറിവാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ തിരുവചനത്തിൽ ഹോശേയ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, പരിജ്ഞാനമില്ലായ്കയാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു. അവിടെ പരിജ്ഞാനത്തിന് ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്ന വാക്ക് നോളജ് എന്നാ. താഴേക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. മൈ പീപ്പിൾ ആർ പെരിഷ്ഡ് ബിക്കോസ് ഓഫ് ദി ലാക്ക് ഓഫ് നോളജ്. നശിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു ജനമല്ല എൻ്റെ ജനം. എൻ്റെ ജനം നശിക്കുന്നതിന് കാരണം എന്നെക്കുറിച്ചുള്ള അറിവ് അവർക്കില്ലാതെ പോകുന്നു. അതാണ് അതിൻ്റെ അർത്ഥം. താഴേക്ക് വായിക്കുമ്പോൾ പറയും, പരിജ്ഞാനമില്ലായ്കയാൽ നീ എനിക്ക് ആയിരിക്കാതിരിക്കത്തക്കവണ്ണം ഞാൻ നിന്നെയും ത്യജിച്ചു കളയും. സഹോദരങ്ങളെ ശ്രദ്ധിക്കണമേ. ശ്രേഷ്ഠമേറിയ ഒരു വിളിയാൽ നമ്മളെ വിളിച്ചിരിക്കുക. 1 പത്രോസ് 2-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും, നമ്മളെ വിളിച്ചിരിക്കുന്ന വിളി രാജകീയ പുരോഹിത വർഗമായി തീരുവാനുള്ള വിളിയാണ്. എന്നാൽ ഇവിടെ വചനം പറയുന്നു, പരിജ്ഞാനം നിനക്കില്ലാത്തത് കൊണ്ട്, എന്നെക്കുറിച്ച് വേണ്ടവണ്ണം അറിവ് നിനക്കില്ലാത്തത് കൊണ്ട്, നീ എന്നെ അറിഞ്ഞിട്ടില്ലാതിരിക്കൊണ്ട്, നീ എനിക്ക് പുരോഹിതനായിരിക്കാത്തവണ്ണം ഞാൻ നിന്നെയും ത്യജിച്ചു കളയും. അത്ര ഭയാനകമായ ഒരു മുന്നറിയിപ്പാണ് അത് സഹോദരങ്ങളെ. നമ്മൾ കർത്താവിനെ അറിയണം. നമ്മുടെ ഭവനങ്ങളിൽ നമ്മുടെ അപ്പനെ നമ്മൾ അറിയുന്നുണ്ട്, നമ്മുടെ അമ്മയെ നമ്മൾ അറിയുന്നുണ്ട്, നമ്മുടെ സഹോദരങ്ങളെ അറിയുന്നുണ്ട്. വിവാഹ ബന്ധത്തിലേക്ക് കടന്നു വരുമ്പോൾ ഭാര്യയെ ഭർത്താവ് അറിയുന്നുണ്ട്, ഭർത്താവിനെ ഭാര്യ അറിയുന്നുണ്ട്, അവർ മക്കളെ അറിയുന്നുണ്ട്. ആ അറിവിൻ്റെ ആഴമനുസരിച്ചാണ് അവരുടെ ബന്ധങ്ങളുടെ ദൃഢത, ബന്ധങ്ങളുടെ ശക്തി എന്ന് പറയുന്നത്. കർത്താവിൻ്റെ അടുക്കലേക്ക് വന്ന് സ്വർഗസ്ഥനായ ദൈവം, അത്യുന്നതനായ ദൈവം എൻ്റെ പിതാവെന്ന് പറയുമ്പോൾ ആ പിതാവിനെ കുറിച്ച് ഈ ലോകത്തിൽ മനുഷ്യർക്ക് ദൈവത്തെക്കുറിച്ചുള്ള അറിവല്ല നമുക്ക് ഉണ്ടാകേണ്ടത്. പിതാവെന്ന് നാം ദൈവത്തെ വിളിക്കുമ്പോൾ നമുക്കൊരറിവുണ്ടായിരിക്കണം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ. മറന്നു പോകരുത് സഹോദരങ്ങളെ. ഹല്ലേലൂയ. അറിവിനകത്ത് വരുന്ന പാളിച്ചയാണ്. വേണ്ടും വണ്ണം നമ്മൾ അറിയാതിരിക്കുന്നത് കൊണ്ടാണ് ആ ബന്ധത്തിൽ വർദ്ധിക്കുവാനോ ബന്ധത്തിൽ വളരുവാനോ തക്കവണ്ണം, ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ വളരുവാനോ തക്കവണ്ണം നമുക്ക് കഴിയാതെ വരുന്നത്. ആ ബന്ധം വളരാതിരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പല ഉലച്ചിലുകൾക്കും കാരണം.
ആ ബന്ധത്തിൽ വളർത്തുവാൻ തക്കവണ്ണമാണ് ഈ ദൈവത്തിൻ്റെ വചനം നമുക്ക് തന്നിരിക്കുന്നത്. കാരണം അപ്പനെക്കുറിച്ചുള്ള അറിവാണ് ഈ വചനത്തിൽ എഴുതിയിരിക്കുന്നതെല്ലാം. ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ് ഈ വചനത്തിൽ എഴുതിയിരിക്കുന്നതെല്ലാം. നമ്മുടെ കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളാണ് ഈ വചനത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെ. അത് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ കർത്താവിനെ കുറിച്ചുള്ള അറിവിൽ വളരുവാൻ തക്കവണ്ണം. പ്രൈസ് ഗാഡ്. നമ്മൾ ഇന്ന് വായിച്ചു കേട്ട വചനഭാഗത്തേക്കൊന്ന് നോക്കിക്കേ. അവിടെ എഴുതിയിരിക്കുന്നു, അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിടുവിപ്പാനിരിക്കൊണ്ട്, രക്ഷിക്കുവാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന പേരിടേണം. ഇത് ക്രിസ്മസിന്റെ മെസ്സേജാണ്. മനസ്സിലായോ? ക്രിസ്മസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ക്രൈസ്റ്റ് മാസ്. മാസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കാർണിവൽ അല്ലെങ്കിൽ സെലിബ്രേഷൻ എന്ന അർത്ഥം. അപ്പൊ ക്രിസ്തുമസ് അല്ലെങ്കിൽ ക്രൈസ്റ്റ് മെസ് എന്ന് പറഞ്ഞാൽ സെലിബ്രേഷൻ ഓഫ് ക്രൈസ്റ്റ്. അതാണോ ഇന്ന് ചുറ്റുപാട് നടക്കുന്നത്? സെലിബ്രേഷൻ ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ സെലിബ്രേറ്റ് ചെയ്യുക, ആഘോഷിക്കുക, ക്രിസ്തുവിനെ ആഘോഷിക്കുക. എവിടെയെങ്കിലും ഒരു ക്രിസ്മസ് കരോൾ സോങ് കേട്ട് കഴിഞ്ഞാൽ അത് ക്രിസ്തുവിനെ ആഘോഷിക്കുന്നതായിരിക്കണം. അപ്പൊ ഈ ലോകത്തിലൊക്കെ ക്രിസ്മസ് ക്രിസ്മസ് എന്നും പറഞ്ഞ് നമ്മൾ ഈ സ്ട്രീറ്റുകളിലൊക്കെ കാണുന്നതൊക്കെ ഹാപ്പി ക്രിസ്മസ്, മെറി ക്രിസ്മസ് എന്ന് പറയുന്നത്. ഡു ദേ നോ അബൌട്ട് ക്രൈസ്റ്റ്? അവർക്ക് ക്രിസ്തുവിനെ കുറിച്ച് അറിയാമോ? ക്രിസ്തുവിനെ കുറിച്ച് അറിയാതെ എങ്ങനെയാണ് ക്രിസ്തുവിനെ ആഘോഷിക്കുന്നത്? ഞാൻ ക്രിസ്മസിനെ കുറിച്ചൊന്നും പറയാൻ വേണ്ടി നിൽക്കുകയല്ല. ഈ ലോകം ക്രിസ്മസ് ആഘോഷിക്കാൻ പോവുകയാണ് ഒരു ചില ദിവസങ്ങളൂടെ കഴിയുമ്പോൾ, അല്ലേ? ക്രിസ്മസ് എന്താണെന്നുള്ളത് ഇന്റർനെറ്റിൽ സെർച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഞാനൊരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട് എങ്ങനെയാണ് ക്രിസ്മസ് ഉണ്ടായതെന്ന്. ഈ ക്രിസ്മസ് എന്ന് പറഞ്ഞ ആഘോഷം ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നത് ആരാണെന്ന്, അത് കൊണ്ടുവന്നതിന്റെ സാഹചര്യം എന്താണെന്ന്, എന്താണ് ക്രിസ്മസ്, വാട്ട് ഈസ് ദ റിയൽ ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നതല്ല. ഞാൻ പറയുന്നത് ക്രിസ്മസിന്റെ മെസ്സേജാണിത്. ക്രിസ്തു വരുന്നതിനെ കുറിച്ച്, ദൈവപുത്രൻ പ്രത്യക്ഷനാകുന്നതിനെ കുറിച്ച് ആദ്യമായി ദൈവം ലോകത്തോട് സംസാരിക്കുകയാണ്. അതും ക്രിസ്തുവിനെ സംബന്ധിച്ചെടുത്ത ആദ്യത്തെ വാഗ്ദത്തം. എന്തിനാണ് ക്രിസ്തു വരുന്നത്? ഹല്ലേലൂയ. എന്താണ് ക്രിസ്തു ചെയ്യുവാനായിട്ട് പോകുന്നത്? എന്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത്? ആരോടാ സംസാരിച്ചിരിക്കുന്നത്? ജോസഫിനോടാ സംസാരിച്ചിരിക്കുന്നത്. ഞാൻ അതിന്റെ പശ്ചാത്തലത്തിലേക്ക് ഒന്നും പോകുന്നില്ല. നിങ്ങൾക്ക് ആ വചനം നോക്കി പഠിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഭയപ്പെട്ടിരുന്ന ജോസഫിന്റെ അടുക്കലേക്ക്, തന്റെ ഭാര്യയെ ഗൂഢമായി ഉപേക്ഷിക്കുവാൻ തക്കവണ്ണം തയ്യാറായിക്കൊണ്ടിരുന്ന ഈ ജോസഫിന്റെ അടുക്കലേക്ക് ദൈവത്തിന്റെ ദൂതൻ വന്ന് പറയുകയാണ്, അവളിൽ ഉൽപ്പാദിതമായിരിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലാകുന്നു. അവളെ നീ ചേർത്തുകൊള്ളണം, അവളെ നീ ഭാര്യയായി സ്വീകരിക്കണം, നീ അവളെ തെറ്റിദ്ധരിക്കരുത്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവളാണ് അവൾ. അവളിൽ ഉൽപ്പാദിതമായിരിക്കുന്ന ശിശു ദൈവത്താൽ ഉൽപ്പാദിതമായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട് ആദ്യം കൊടുത്തിരിക്കുന്ന മെസ്സേജാണിത്. എന്ത്? അവളൊരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുവാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന പേർ വിളിക്കണം. ഹല്ലേലൂയ. യേശു എന്ന പേരിന്റെ അർത്ഥം പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവൻ. അവിടെ ഒന്ന് രണ്ട് വാക്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാനായിട്ട് പറയുക. ഒന്ന്, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. ലോകത്തെ മുഴുവനുമല്ല പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നത്, തന്റെ ജനത്തെ, തന്റെ അടുക്കലേക്ക് തന്റെ നാമത്തിൽ ആശ്രയിച്ചുകൊണ്ട് കടന്നു വരുന്ന ജനത്തെയാണ് അവൻ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുവാനിരിക്കുന്നത്. യേശു എന്ന നാമത്തിന്റെ പേരിന്റെ അർത്ഥം തന്നെ ഇതാണ്, പാപത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുന്നവൻ. അതാണ് യേശു. ഞാനൊരു കാര്യം സഹോദരങ്ങളോട് ചോദിക്കട്ടെ. മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? പാപമാണ്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യത്തെ 1-2 ചാപ്റ്റേഴ്സ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തോടു കൂടെയുള്ള മനുഷ്യന്റെ വാസത്തെ കുറിച്ച് അവിടെ കാണാൻ കഴിയും. 3-ാമത്തെ അധ്യായത്തിലാണ് പാപം കടന്നു വരുന്നത്. പാപം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കൽപ്പനയുടെ ലംഘനമെന്നാണ് പാപത്തിന്റെ അർത്ഥം. പാപം, വാട്ട് ഈസ് സിൻ മീൻസ്? സിൻ മീൻസ് വയലേഷൻ ഓഫ് ഗോഡ്സ് ലോ. ദൈവം കൊടുത്തിരിക്കുന്ന പ്രമാണങ്ങളെ ലംഘിക്കുന്നതാണ് പാപം. അത് സംഭവിച്ചത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം മുതൽ മനുഷ്യന്റെ പ്രശ്നം ആരംഭിച്ചു. മനുഷ്യന്റെ മാത്രമല്ല പ്രശ്നം, മനുഷ്യൻ മൂലം ഈ ഭൂമി പോലും ശപിക്കപ്പെട്ടു പോയി. നമുക്ക് 3-ാം അധ്യായത്തിൽ കാണുവാനായിട്ട് കഴിയും. ഈ ലോകത്തിലൊന്ന് നോക്കിക്കേ, എന്തെങ്കിലും ഒരു കുറവ് ഈ ലോകത്തിൽ നിങ്ങൾ കണ്ടുപിടിക്കുന്നെങ്കിൽ ആ കുറവ് പാപത്തിന്റെ കാരണം മൂലമുണ്ടായ കുറവാണ്. കാരണം ദൈവം സൃഷ്ടിച്ചപ്പോൾ അങ്ങനെ ആയിരുന്നില്ല. ദൈവം സൃഷ്ടിച്ചപ്പോൾ നമുക്കറിയാം, 1-ാം അധ്യായത്തിൽ, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ അറിയാം, ദൈവം ഓരോ ദിവസം സൃഷ്ടി നടത്തുമ്പോഴും കർത്താവ് സൃഷ്ടിയുടെ അവസാനം, ആ ദിവസം അവസാനിക്കുന്നതിന് മുമ്പ് അതിനെ താൻ സൃഷ്ടിച്ച സൃഷ്ടിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, എല്ലാം നല്ലത്, ഓൾ ഈസ് വെൽ. അത്യുന്നതനായ ദൈവം സൃഷ്ടിയെ നോക്കിയിട്ട് പോലും ഒരു കുറവും കണ്ടുപിടിക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ അതിന്റെ അർത്ഥം അത്ര പെർഫെക്റ്റ് ആയിരുന്നു. 100 out of 100, 100% പെർഫെക്റ്റ്. അങ്ങനെ ആയിരുന്നതാണ് ഇന്ന് ഈ കാണുന്ന പോലൊക്കെ ആയിത്തീർന്നത്. അപ്പൊ ഇതിന്റെ കാരണം എന്താണ്? പാപം.
അപ്പൊ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ പാപം. അവന്റെ രോഗമല്ല പ്രശ്നം, അവന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടല്ല പ്രശ്നം, അവന്റെ ആരോഗ്യമല്ല പ്രശ്നം, അവന്റെ ആയുസ്സല്ല പ്രശ്നം, അവന്റെ ഈ ഭൂമിയിലുള്ള മറ്റൊന്നുമല്ല പ്രശ്നം, ശത്രുക്കളല്ല പ്രശ്നം, ഒന്നുമല്ല പ്രശ്നം. അവന്റെ പ്രശ്നം എന്ന് പറയുന്നത് പാപമാണ്. വാട്ട് ഈസ് യുവർ പ്രോബ്ലം എന്ന് ചോദിച്ചാൽ മൈ പ്രോബ്ലം ഈസ് സിൻ. അത് പറയണം നമ്മള്. മനുഷ്യന്റെ പ്രശ്നം പാപമാണ്. അപ്പോൾ ആ പ്രശ്നത്തിൽ നിന്ന് അവനെ വിടുവിക്കുവാനാണ് ഒരു രക്ഷകന്റെ ആവശ്യം. Hallelujah. Savior. Jesus Christ is the Savior of the world. In what sense? Savior from their sins. Hallelujah. ലോകത്തിന്റെ രക്ഷിതാവാണ് യേശു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ലോകത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തി പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, വിടുവിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് ഏക വഴിയേ ഉള്ളൂ, ക്രിസ്തുവിൽ വിശ്വസിക്കുക. മനുഷ്യനും ദൈവവുമായിട്ടുള്ള ബന്ധത്തിന്റെ മധ്യത്തിൽ വിള്ളൽ വന്നത്, ദൈവവും മനുഷ്യനുമായുള്ള ബന്ധത്തിൽ ശത്രുത കടന്നു വന്നത് പാപം കൊണ്ട് മാത്രമാണ്. മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റിയത് പാപം മാത്രമാണ്. പാപമില്ലായിരുന്നുവെങ്കിൽ, മനുഷ്യൻ പാപം ചെയ്തില്ലായിരുന്നുവെങ്കിൽ അവൻ ദൈവത്തോടുകൂടെ എന്നേക്കുമായി വസിക്കുമായിരുന്നു. അത് നിങ്ങൾ താഴേക്ക് വായിച്ചു വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 3-ാം അധ്യായം താഴേക്ക് വായിച്ചു വരുമ്പോൾ അവൻ എന്നേക്കുമായി ജീവിക്കുവാൻ തക്കവണ്ണമാണ് ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം അവിടെ വെച്ചത്. ജീവന്റെ വൃക്ഷത്തെ ആ തോട്ടത്തിന്റെ നടുവിലാക്കിയത്. കാരണം ഈ പറഞ്ഞ 2-ാമത്തെ വൃക്ഷം, നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം അവൻ തിന്നാതെ ജീവന്റെ വൃക്ഷത്തിലുള്ള ആ പഴം പറിച്ച് അവൻ തിന്നിരുന്നുവെങ്കിൽ അവൻ മരിക്കാതെ എന്നേക്കും ജീവിക്കുമായിരുന്നു. ഇറ്റ് വാസ് ഹിസ് ചോയ്സ്. പക്ഷെ ഹി വെന്റ് ടു ദ റോങ് സൈഡ് ബിക്കോസ് ഹി ലിസൺ ടു ഡെവിൾ. ഹല്ലേലൂയ. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് പാപമാണ്. ബാക്കി എല്ലാത്തിനും ഈ ലോകത്തിൽ പരിഹാരമുണ്ട്. ഒരു വ്യക്തി രോഗിയായിരുന്നാൽ അവന് പരിഹാരമുണ്ട്. വിദ്യാഭ്യാസമില്ലെങ്കിൽ പരിഹാരമുണ്ട്. സൗന്ദര്യമില്ലെങ്കിൽ പരിഹാരമുണ്ട്. വളർച്ചയില്ലെങ്കിൽ പരിഹാരമുണ്ട്. ഈ ലോകത്തിൽ ഏത് വിഷയം നിങ്ങൾ എടുത്തു നോക്കിക്കോ, എല്ലാത്തിനും പരിഹാരമുണ്ട്. പക്ഷെ പരിഹാരമില്ലാത്ത ഒരൊറ്റ വിഷയമുള്ളൂ. ലോകത്തെ സംബന്ധിച്ചിടത്തോളം പാപമാണ്. ദൈവത്തോട് അടുത്തു വരുവാൻ തക്കവണ്ണം അവൻ ഒരു വഴി കൊണ്ടും കഴിയത്തില്ല. ഹല്ലേലൂയ. ദൈവത്തോട് അടുത്തു വരുവാൻ തക്കവണ്ണം അവൻ ഒരിക്കലും കഴിയുകയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവൻ ദൈവത്തിൽ നിന്ന് അത്രമാത്രം അകന്നു പോയിരിക്കുന്നു. പാപം അവനെ ദൈവത്തിൽ നിന്ന് അകറ്റിയിരിക്കുന്നു. തന്നിൽ നിന്ന് അകന്നുപോയ ജനത്തെ, തന്നിൽ നിന്ന് അകന്നുപോയ തന്റെ സൃഷ്ടിയെ മടക്കി തന്നിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണമാണ് ദൈവം മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്നത്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ശ്രേഷ്ഠമേറിയ ഈ സത്യം തിരിച്ചറിയുമ്പോഴാണ് നാം വിടുവിക്കപ്പെടുന്നത്. മുമ്പേ പറഞ്ഞ പോലെ നമ്മുടെ ബന്ധത്തിൽ വന്ന വിള്ളൽ ഇല്ലാതായി തീരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ വേണ്ടും വണ്ണം അറിവ് നമുക്ക് ലഭിച്ചു കഴിയുമ്പോഴാണ്. നമ്മൾ ചിലരെ കുറിച്ചൊക്കെ പറയത്തില്ലേ, ഞാൻ അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചു പോയിരുന്നു, ഞാൻ അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചു പോയിരുന്നു. ഭാര്യ ഭർത്തൃ ബന്ധം പലപ്പോഴും തകർച്ചയിലേക്ക് കടന്നുപോയി. പരസ്പരം അവർ മനസ്സിലാക്കാതെ ഒരു നാളിൽ അവർ രണ്ടായി തീർന്നു കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞിട്ട് ഇതിൽ ഒരാൾ മനസ്സിലാക്കുകയാന്ന് വെച്ചോ, വെറും തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഈ പ്രശ്നം ആരംഭിച്ചതെന്ന് പറഞ്ഞാൽ അവർ സ്വയം ഇരുന്ന് പറയും, ഞാനൊന്ന് മനസ്സിലാക്കിയിരുന്നു എങ്കിൽ ഈ ബന്ധം നിലനിന്നേനെയുമായിരുന്നു. മനസ്സിലാക്കിയിരുന്നു എങ്കിൽ ഞങ്ങൾക്ക് ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കാമായിരുന്നു. നഷ്ടപ്പെട്ട പലതും നഷ്ടപ്പെടാതിരിക്കുമായിരുന്നു. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 8:32 ഇങ്ങനെ മനോഹരമായൊരു വാക്യം പറയുന്നുണ്ട്, യു ഷാൽ നോ ദ ട്രൂത്ത് ആൻഡ് ദ ട്രൂത്ത് ഷാൽ സെറ്റ് യു ഫ്രീ. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഇന്ന് പകൽക്കാലം ചില സത്യം നമ്മൾ ദൈവവചനത്തിൽ നിന്ന് ഗ്രഹിക്കാൻ പോവുകയാണ്. ചില ബന്ധനങ്ങളിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ തക്കവണ്ണം, ഹല്ലേലൂയ, ശാശ്വതമായ ചില തകർച്ചയിൽ നിന്ന്, ആത്മീകമായ അധപതനത്തിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ തക്കവണ്ണം, വളർച്ച മുരടിച്ച അനുഭവത്തിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ, പിശാച് കെട്ടിയിരിക്കുന്ന കെട്ടുകളിൽ നിന്ന്, ഹല്ലേലൂയ, ബന്ധനത്തിൽ നിന്ന് ബന്ധന വിമുക്തരായി പുറത്തു വരുവാൻ ഇന്നത്തെ പകൽക്കാലം ഈ വചനത്തിൽ കൂടെയുള്ള ചില റെവലേഷൻ, വെളിപ്പാട് നമ്മളെ സഹായിക്കട്ടെ. പ്രൈസ് ഗോഡ്. സത്യം നമ്മൾ അറിഞ്ഞു എന്നുള്ളതിൻ്റെ തെളിവ് എന്തെന്ന് ചോദിച്ചാൽ നമ്മൾ സ്വതന്ത്രരാകും. നമ്മൾ ഒരിക്കലും പിന്നെ അടിമനുഖത്തിൻ്റെ കീഴിലാകത്തില്ല. നമ്മൾ ഒന്നിൻ്റെയും അടിമയാകത്തില്ല. നമ്മൾ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കും, ധൈര്യത്തോടെ ജീവിക്കും, ദൈവകൃപയിൽ ജീവിക്കും, ബലത്തോടെ ജീവിക്കും. ഒന്നിനെയും ഭയപ്പെടാതെ ദൈവത്തിൻ്റെ തിരുവചനത്തിലെ പ്രമാണങ്ങൾക്ക് പൂർണ്ണമായി കീഴ്പ്പെട്ട് നാം ഒന്നിനും അടിമയായി തീരാതെ, നമ്മുടെ ജഡത്തിനായിക്കൊള്ളട്ടെ, പാപത്തിനായിക്കൊള്ളട്ടെ, പിശാചിനായിക്കൊള്ളട്ടെ, ഇതിനൊന്നിനും അടിമപ്പെടാതെ ക്രിസ്തുവിന്റെ ആത്മാവിന്റെ സ്വാതന്ത്ര്യത്തിൽ നാം ജീവിക്കും. സത്യം നമ്മൾ അറിഞ്ഞാൽ, കർത്താവ് തന്ന വാഗ്ദത്തമാണ്, യു ഷാൽ നോ ദ ട്രൂത്ത് ആൻഡ് ദ ട്രൂത്ത് ഷാൽ സെറ്റ് യു ഫ്രീ.
ഏതെങ്കിലും വിഷയത്തിൽ നമുക്ക് ബന്ധനമുണ്ടെന്ന് തോന്നുന്നുണ്ടോ സഹോദരങ്ങളെ? ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം വീണ്ടും വണ്ണം സത്യം അറിഞ്ഞിട്ടില്ല. ഞാൻ ഈ വാക്യത്തിലേക്കൊന്ന് വരിക. ഇന്ന് ഈ വാക്യത്തിലാണ് നമ്മൾ തുടങ്ങുന്നത്. അവളൊരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിടുവിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേർ വിളിക്കണം. യേശു എന്ന പേര് ലോകം അല്ലെങ്കിൽ അപ്പനും അമ്മയും യേശുവിന് കൊടുത്ത പേരല്ല, അവന്റെ പേര് പോലും നിശ്ചയിച്ചത് സ്വർഗത്തിലെ പിതാവാണ്. ഓർത്ത് നോക്കിക്കേ, തന്റെ പുത്രന് എന്ത് പേരിടണമെന്ന് പോലും സ്വർഗത്തിലെ ദൈവമാണ് നിശ്ചയിച്ചത്. സ്വർഗം പല പേരുകൾ നോക്കിയപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായി തന്റെ പുത്രന് കണ്ട പേരെന്താണെന്ന് അറിയാമോ? യേശു. ആ പേരിന്റെ അർത്ഥമാണ് അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കും. ഇവിടെ ഇരിക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളെ ക്രിസ്തു പാപത്തിൽ നിന്ന് വിടുവിച്ചിട്ടുണ്ടോ? ഇന്ന് പാപത്തിന്റെ കീഴിലാണോ നിങ്ങൾ? പാപമെന്ന് പറഞ്ഞാൽ ദൈവവചനത്തിന്റെ പ്രമാണങ്ങളുടെ ലംഘനത്തെയാണ് പാപമെന്ന് പറയുന്നത്. ഈ വചനത്തിൽ കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ കേട്ടിട്ടുള്ള, നിങ്ങൾ വായിച്ചിട്ടുള്ള, നിങ്ങൾ ധ്യാനിച്ചിട്ടുള്ള, നിങ്ങൾ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു വചനത്തിന് വിരുദ്ധമായി ഇന്ന് നിങ്ങൾ ജീവിക്കുന്നെങ്കിൽ, നിങ്ങളുടെ സ്വഭാവത്തിൽ അതുണ്ടെങ്കിൽ നിങ്ങൾ പാപത്തിലാണെന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തു നിങ്ങളെ രക്ഷിച്ചിട്ടുണ്ടോ? ഇന്നത്തെ രാത്രി നമ്മൾ ശാന്തമായി ചിന്തിക്കണം. പാപ സ്വഭാവങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം ആ അടിമതുകത്തിൽ നിന്ന് വിടുവിക്കാനാണ് ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. നീ ദൈവ പൈതലാണെന്ന് പറയുന്നു, നീ ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നു, നീ ക്രിസ്തുവിന്റെ ശിഷ്യനാണെന്ന് പറയുന്നു. ഇന്നും ആ അടിമതുകത്തിന്റെ കീഴിലാണെങ്കിൽ വീണ്ടും 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 പാപം നിന്നെ അടിമത്വത്തിലേക്ക് കൊണ്ടുപോകുന്നുവെങ്കിൽ what did the Lord do for your soul? 66 സങ്കീർത്തനം 16 വാക്യത്തിൽ ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, സകല ഭക്തന്മാരുമായുള്ളവരെ വന്നു കേൾപ്പീൻ, അവൻ എന്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. ഹല്ലേലൂയ! അവൻ എന്റെ പ്രാണന് വേണ്ടി, അത്യുന്നതനായ ദൈവം എന്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാമെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നുവെങ്കിൽ, ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്ന ദൈവ പൈതലേ, ഈ ലോകത്തോട് നിനക്ക് പറയുവാൻ എന്താ സാക്ഷ്യമുള്ളത്? ലോകക്കാരെ, ലോകത്തിലുള്ളവരെ, എന്റെ കൂട്ടുകാരെ, വന്നു കേൾപ്പീൻ, അവൻ എന്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. What has the Lord done for your soul? നിന്റെ പ്രാണന് വേണ്ടി ദൈവം എന്താ ചെയ്തത്? നിന്റെ പ്രാണന് വേണ്ടി ദൈവം ചെയ്യേണ്ടത് നിന്നെ പാപത്തിൽ നിന്ന് അവൻ വിടുവിക്കണം. ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് പറയാൻ പറ്റും പാപത്തിന് എൻ്റെ മേൽ ആധിപത്യമില്ലെന്ന്? ഞാൻ പാപത്തിന് അടിമയല്ലെന്ന് പറയുവാൻ കഴിയുന്നവർ എത്ര പേർ ഇതിന്റെ മധ്യത്തിലുണ്ട്? സഹോദര സഹോദരി, പാപത്തിൽ വീഴത്തില്ലെന്നുള്ള അർത്ഥം, ആ പാപത്തിൽ വീഴുക എന്ന് പറഞ്ഞാൽ തന്നെയും വളരെ 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 വിരളമാണ്. പാപത്തിൽ അങ്ങനെ വീഴാൻ പാടില്ല, സാധ്യമല്ല. ഹല്ലേലൂയ! അത് വലുതായിട്ട് നമുക്ക് തോന്നുന്നുണ്ടോ പാപത്തിൽ ഞാൻ വീഴുന്നില്ലെന്ന് പറയാൻ? ഇവിടെ നടക്കുന്ന ഒരു 30 വയസ്സുകാരൻ 31 വയസ്സുകാരൻ പറയാന്ന് വെച്ചോ, എനിക്ക് എങ്ങനെ വേണേലും റോഡിൽ കൂടെ നടക്കാൻ പറ്റും, ഞാൻ വീഴത്തില്ലെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? വീഴത്തില്ല. കാരണം നമ്മൾ എത്ര നാളായി വീണിട്ട് റോഡില്? നിങ്ങളൊന്ന് പറഞ്ഞേ. പക്ഷെ നമ്മൾ വീഴുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. 1 വയസ്സ് 1.5 വയസ്സുള്ള സമയത്ത് എഴുന്നേറ്റ് ഇവിടുന്ന് 1 മീറ്റർ നടക്കുമ്പോൾ അതിനകത്ത് 2-3 പ്രാവശ്യം വീഴും. പക്ഷെ ഇന്ന് നമ്മൾ വീഴുന്നില്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ കാലുകൾക്ക് ഉറപ്പുണ്ട്. അതിൽ വീഴാതിരിപ്പാൻ ആത്മീയ ജീവിതത്തിലേക്കൊന്ന് നോക്കിയ സഹോദരങ്ങളെ, പണ്ട് വീഴുന്ന കാലഘട്ടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഒരു ദിവസം 1000 പ്രാവശ്യം വീഴുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഇന്നും അങ്ങനെ തന്നെയാണോ? വീഴ്ചയുണ്ടോ? അതോ പാപത്തിന്റെ മേൽ കർത്തൃത്വം നമുക്ക് കിട്ടിയോ? ഇത് കേൾക്കുമ്പോൾ ഇത് ടൂ മച്ചാണ്, വെരി ഹൈ ലെവൽ തിങ്കിങ് ആണ്, ഹൈ ലെവൽ തിയോളജി ആണെന്ന് ആരും തോന്നരുത്. റോമാലേഖനം 6:14 വ്യക്തമായി കർത്താവിന്റെ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നു, സിൻ ഷാൽ ഹാവ് നോ ഡൊമിനിയൻ ഓവർ യു, യു ആർ അണ്ടർ ഗ്രേസ് നോട്ട് അണ്ടർ ദ ലോ. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്ര അധീനരാകിയാൽ പാപത്തിന് നിങ്ങളിൽ കർത്തൃത്വം ഇല്ലല്ലോ. ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ്. കർത്തൃത്വം ഇല്ലല്ലോ. പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ മേൽ പാപത്തിന് കർത്തൃത്വം ഇല്ലല്ലോ. വാട്ട് ഡസ് ഇറ്റ് മീൻ? നിങ്ങൾ പാപത്തിന് അടിമകളല്ലല്ലോ. ഇവിടെ ഇരിക്കുന്ന എത്ര സഹോദരന്മാരെ സഹോദരിമാരെ നിങ്ങൾക്ക് പറയാൻ പറ്റും പാപത്തിന് ഞാൻ അടിമയല്ല? പാപം എൻ്റെ മുമ്പിൽ വരുമ്പോൾ ഞാൻ അതിനെ ജയിക്കാറുണ്ട്. എത്ര പേർക്ക് പറയാൻ പറ്റും? പറഞ്ഞില്ല എങ്കിൽ ഈ വചനത്തിലെ പുതിയ നിയമത്തിലെ ആദ്യത്തെ വാഗ്ദത്തം, യേശു കർത്താവ് നിനക്ക് ചെയ്യുമെന്ന് പറഞ്ഞ ആദ്യത്തെ വാഗ്ദത്തം, യേശു കർത്താവ് എന്തിനു വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്നു? ഏക ഉദ്ദേശം. അവിടെ എങ്ങും എഴുതിയിട്ടില്ല. നിങ്ങൾ കർത്താവിനെ കുറിച്ചുള്ളതിനെ കുറിച്ച് നോക്കിയോ, അവിടുന്ന് സൗഖ്യം തരുമെന്നോ, അവിടുന്ന് നിന്റെ സാമ്പത്തിക വിഷയങ്ങളുടെ മേൽ പരിഹാരം തരുമെന്നോ, നിന്റെ കടബാധ്യത നീക്കുമെന്നോ, നിന്റെ മക്കൾക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കുമെന്നോ, നിന്റെ ആയുസ് നീട്ടിത്തരുമോ? ഇതൊന്നുമല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. കർത്താവിന് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ?
100% ചെയ്യാൻ പറ്റും. അവിടുന്ന് സർവശക്തനായ ദൈവമാണ്. അവിടത്തേക്ക് ചെയ്യാൻ പറ്റാത്ത എന്തുണ്ട്? നമ്മൾ പറയുന്ന പല കാര്യങ്ങളെക്കാളും കൂടുതൽ അവിടത്തേക്ക് ചെയ്യാൻ പറ്റും. ആകാശത്തിലെ നക്ഷത്രത്തെ അവിടുന്ന് മാറ്റി ഇപ്പുറത്താക്കാൻ പറ്റും. നമുക്ക് പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ നമ്മൾ അറിയാത്ത കാര്യങ്ങളും ചെയ്യുവാൻ അവിടത്തേക്ക് കഴിയും. പക്ഷെ അതിനൊന്നിനും അല്ല കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്. കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് എന്നേക്കുമായി തന്നിൽ നിന്ന് വേർപെട്ടുപോയ മനുഷ്യനെ അവന്റെ കുറവ് തീർത്ത് അവന്റെ പ്രശ്നത്തിന് പരിഹാരം വരുത്തി തന്റെ അടുക്കലേക്ക് മടക്കി കൊണ്ടുവരിക. അതാണ് പാപത്തിന് പരിഹാരം വരുത്തുക എന്ന് പറഞ്ഞാൽ. യേശു കർത്താവ് എന്തിനാ വന്നത് ഈ ഭൂമിയിൽ? ഒരു സാധാരണ ശരാശരി വിശ്വാസിയോട് ലോകത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പിടിയും കിട്ടത്തില്ല. ലോകത്തിന് അറിയത്തില്ലല്ലോ. എന്നാൽ വിശ്വാസികളോട് ചോദിച്ചാൽ ഒരു ശരാശരി വിശ്വാസി പറയുന്ന കാര്യം എന്താണെന്നറിയാമോ? കർത്താവ് പാപങ്ങൾക്ക് വേണ്ടി മരിക്കാനാ വന്നത്. ശരിയാ പറഞ്ഞത്. കർത്താവ് പാപങ്ങൾക്ക് വേണ്ടി മരിക്കാനാ വന്നത്, സത്യമാണ്. പക്ഷെ കർത്താവ് പാപങ്ങൾക്ക് വേണ്ടി മരിച്ചത് കൊണ്ട് നിനക്കെന്ത് പ്രയോജനമുണ്ടായി? നമുക്ക് പറയാൻ പറ്റും, കഴിഞ്ഞ കാലം എൻ്റെ പാപത്തിൻ്റെ കൂമ്പാരത്തിൽ നിന്ന്, ആ പാപത്തിൻ്റെ ചുമടിൽ നിന്ന് കർത്താവ് എന്നെ വിടുവിച്ചു. 100% ഐ അഗ്രി വിത്ത് യു. വാട്ട് അബൌട്ട് നൗ? ഇന്നെന്ത് പറ്റി? ഇന്ന് നീ പാപത്തെ ഭയപ്പെടുന്നുണ്ടോ? ഇന്ന് പാപത്തിൻ്റെ കൂമ്പാരം നിന്റെ മേൽ വരുന്നുണ്ടോ? നിന്റെ നോട്ടത്തിൽ, നിന്റെ കേൾവിയിൽ, നിന്റെ സംസാരത്തിൽ, നിന്റെ ചിന്തകളിൽ പാപം കടന്നു വരുന്നുണ്ടോ സഹോദര സഹോദരി? ആത്മാർത്ഥതയോടെ വിശ്വസ്തയോടെന്ന് പറഞ്ഞേ വരുന്നുണ്ടോ? നമ്മൾ ചിന്തിക്കേണ്ടതാ. അങ്ങനെയാണെങ്കിൽ കർത്താവിന് ഇതുമായിട്ട് എന്താ ബന്ധം? യേശു കർത്താവ് എങ്ങനെയാണ് നിന്നെ വിടുവിക്കുന്നത്? ഇന്ന് പകൽക്കാലം നമ്മൾ ആ ചില വചനഭാഗങ്ങളിലേക്ക് പോകുവാനായിട്ട് പോകണം ആഗ്രഹിക്കുക. കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് ബേസിക്കലി 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. 2 കാര്യങ്ങൾക്ക് വേണ്ടി. ഒന്ന്, അവന് പാപത്തിനൊരു അറുതി വരുത്തണം. പ്രൈസ് ഗോഡ്. പാപത്തിന് അറുതി വരുത്തിയാൽ മാത്രം പോലെ കർത്താവ് ഇവിടെ വന്നിട്ട്, നമുക്കറിയാമല്ലോ, കുഞ്ഞുങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ തെറ്റിക്കുമ്പോൾ നമ്മൾ എന്താ പറയുന്നതെന്ന് അറിയാമോ? ആദ്യം അവരുടെ തെറ്റ് തിരുത്തി കൊടുക്കും. രണ്ടാമത്തെ കാര്യം ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകേണ്ട വഴിയും കാണിച്ചു കൊടുക്കും. ശരിയല്ലേ സഹോദരങ്ങളെ? നമ്മുടെ കുഞ്ഞുങ്ങളെ മാത്തമാറ്റിക്സിൻ്റെ എന്തെങ്കിലും പ്രോബ്ലംസ് ആയിക്കൊള്ളട്ടെ, എന്തെങ്കിലും ട്രിഗണോമെട്രി, ജോമെട്രി, കാൽക്കുലസ്, അൾജിബ്ര, എന്തെങ്കിലും പ്രശ്നങ്ങളായിക്കൊള്ളട്ടെ, എന്തെങ്കിലും ഒരു തെറ്റ് കൊണ്ടുവന്നിട്ട് അവർ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് നോക്കിയിട്ട് ഒരു പണിയും പറ്റാതെ അവരാകെ വിഷമിച്ച് അപ്പൻ്റെ അമ്മയുടെ അടുത്ത് വരുമ്പോൾ നമുക്ക് മാത്തമാറ്റിക്സ് അറിയാമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാമോ? ആ കുഞ്ഞിൻ്റെ കൂടെ ഇരുന്ന് ആ പ്രോബ്ലം തെറ്റിയത് എവിടെയാണെന്ന് കാണിച്ചു കൊടുത്തിട്ട് അതിനെ സോൾവ് ചെയ്ത് കറക്റ്റ് ആൻസർ കാണിച്ചു കൊടുക്കും. അതിൻ്റെ പ്രോസസ്സൊക്കെ എഴുതിയിട്ട് അതിൻ്റെ വഴികളെല്ലാം ചെയ്ത് അവസാനം ആ കറക്റ്റ് സമ്മിൽ ആൻസറിൽ കൊണ്ടുവന്ന് വരുമ്പോൾ കുഞ്ഞിൻ്റെ മുഖത്ത് എന്തോ ഒരു സന്തോഷമാണ്. നാളെ ക്ലാസ്സിൽ ചെന്നിട്ട് ടീച്ചറിൻ്റെ മുമ്പിൽ നിൽക്കേണ്ട ആളായിരുന്നു. You could have been a failure there. So now you are so happy because your mom or your dad helped you to solve that problem. എന്നിട്ട് കുഞ്ഞ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നാളെ ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നാൽ ഞാൻ എങ്ങനെയാ പപ്പ സോർട്ട് ഔട്ട് ചെയ്യേണ്ടത്? അപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കും, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെയാണ്. എത്ര കോൺഫിഡൻസോടെ ആ കുഞ്ഞ് പോകുന്നത്. കർത്താവ് ചെയ്തതും അതാ. കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്ന് നമ്മുടെ പാപങ്ങൾക്കൊരു സൊല്യൂഷൻ ഉണ്ടാക്കി തന്നു, ഇത്രയും കാലമുള്ള ഒരു പാപങ്ങൾക്ക്. എന്നിട്ട് കർത്താവ് കാണിച്ചു തന്നു, ഇനി ഈ പാപം ചെയ്യാതെ നിനക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും. അതാണ് രണ്ടാമത്തെ ഭാഗം. ഒന്നാമത്തെ ഭാഗം 1 യോഹന്നാൻ 5-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, 1 യോഹന്നാൻ 3-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ പ്രത്യക്ഷനായത് എന്താണെന്ന് അറിയാമോ? വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി, അവനിൽ പാപമില്ല. He was manifested to take away our sins. In him there was no sin. പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ, പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ അവൻ പ്രത്യക്ഷനായി. അപ്പൊ കർത്താവ് പ്രത്യക്ഷനായത് എന്തിനാണെന്ന് ചോദിച്ചാൽ, കർത്താവ് ജഡത്തിൽ വന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, അത്യുന്നതനായ ദൈവം മനുഷ്യനായി തീർന്നത് എന്തിനെന്ന് ചോദിച്ചാൽ, ഇവിടെ 2ാമത് എഴുതിയിരിക്കുന്നു. എന്താ എഴുതിയിരിക്കുന്നത്? മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ കേട്ടു, അവൻ തന്നെ ജനത്തെ പാപങ്ങളിൽ നിന്ന് വിടുവിപ്പാനിരിക്കൊണ്ട് അവർ യേശു എന്ന് പേരിടണം. ഇവിടെ യോഹന്നാൻ പറയുകയാണ്, ദൈവസഭയോട് പറയുകയാണ്, അവൻ പ്രത്യക്ഷനായത് പാപത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാനാണെന്ന്. അവൻ പ്രത്യക്ഷനായി നമ്മുടെ പാപങ്ങളെ നീക്കുവാൻ. താഴേക്ക് വായിച്ചു വന്ന 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ അവൻ പ്രത്യക്ഷനായി. ഇത് രണ്ടും കണക്റ്റഡാ. ഈ പാപത്തിലേക്ക് കൊണ്ടുവരുന്ന ആരാന്നറിയാമോ? പിശാച്. നമുക്കറിയാം ഹൗവയെ പാപത്തിലേക്ക് കൊണ്ടുവന്നത് എന്താ? ഹൗവയുടെ മൈൻഡിലല്ല ആ പ്രോഗ്രാം ഒറിജിനേറ്റഡ് ആയത്. കർത്താവിനോട് പ്രമാണത്തെ ലംഘിക്കണമെന്നുള്ള ചിന്ത ഹൗവയുടെ ജീവിതത്തിലേക്ക് വന്നത് അവളുടെ മനസ്സിൽ രൂപപ്പെട്ട ഐഡിയ അല്ല. പിന്നെയോ അവളുടെ അടുത്തേക്ക് പിശാച് വന്നു പറഞ്ഞതാ. പിശാച് കാണിച്ചു കൊടുത്ത വഴിയിലൂടെ അവൾ പോയത് കൊണ്ടാണ് അവൾ പാപം ചെയ്യേണ്ടി വന്നത്. അവൾ പാപിയായി അന്ന് തീർന്നത്. പ്രൈസ് ഗോഡ്. മനസ്സിലാക്കണമേ സഹോദരങ്ങളെ,
അല്ലാതെ അവളുടെ മനസ്സിൽ വന്നതല്ല. ഇവിടെ പറയുന്നു, ആദ്യമേ പറഞ്ഞു 3:5 പറഞ്ഞു, 1 യോഹന്നാൻ 3:5 പറഞ്ഞു, അവൻ പ്രത്യക്ഷനായത് പാപത്തെ നീക്കുവാനാണ്. എന്നിട്ട് 2 വാക്യം കഴിഞ്ഞിട്ട് പറഞ്ഞു, പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ തന്നെ അവൻ പ്രത്യക്ഷനായി. ഹി വാസ് മാനിഫെസ്റ്റഡ് ടു ഡിസ്ട്രോയ് ദ വർക്ക്സ് ഓഫ് ഡെവിൾ. ചിന്തിച്ചു നോക്കിയാൽ അതിന്റെ അർത്ഥം എന്താ? വി ആർ ഫ്രീഡ്. നമ്മൾ ഫ്രീഡായെന്ന. സഹോദരങ്ങളെ, ഇത് മനസ്സിലാക്കണം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ അറിവില്ലാത്തത് കൊണ്ടാണ് വീണ്ടും നമ്മൾ അടിമകളായി പോകുന്നത്. ഈ അറിവില്ലാത്തത് കൊണ്ട് എന്റെ കർത്താവ് എന്തിനിവിടെ വന്നു ഈ ഭൂമിയിൽ? അതെന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ലെങ്കിൽ പിന്നെ കർത്താവ് വന്നതുകൊണ്ട് എനിക്ക് എന്ത് പ്രയോജനം? അതെന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ലെങ്കിൽ കർത്താവ് എന്റെ കർത്താവാണെന്ന് പറഞ്ഞിട്ട് എന്ത് പ്രയോജനം? അതെന്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല എങ്കിൽ ഈ ലോകത്തിലുള്ളവരോട് നമുക്ക് എന്ത് സുവിശേഷം പറയുവാൻ പറ്റും? സങ്കീർത്തനക്കാരൻ മുമ്പേ പറഞ്ഞതുപോലെ എന്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാമെന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞു. നമ്മളെന്താ ഈ ലോകത്തോട് പറയുന്നത്? എന്റെ പ്രാണന് വേണ്ടി യേശു ചെയ്ത് വിവരിക്കാമെന്ന്. എന്താ അവൻ ചെയ്തത്? എനിക്ക് സൗഖ്യം തന്നെന്ന് പറയണോ? എൻ്റെ സാമ്പത്തിക കടങ്ങൾ മാറ്റിയെന്ന് പറയണോ? അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് അഡ്മിഷൻ കൊടുത്തെന്ന് പറഞ്ഞാൽ എനിക്ക് നല്ലൊരു വീട് പണിയാൻ ഹെൽപ്പ് ചെയ്തെന്ന് പറയണോ? ഞാനൊരു കാര്യം പറയട്ടെ, യേശുവിനെ അറിയാത്തവർക്കും ഇതിനേക്കാളൊക്കെ അപ്പുറം കിട്ടിയിട്ടുണ്ട്. നോക്കിക്കേ നമ്മുടെ ചുറ്റുപാടുള്ളവര്, മറ്റു മതസ്ഥരായിട്ടുള്ളവരെ നോക്ക്, ദൈവത്തിൽ വിശ്വസിക്കാത്ത നിരീശ്വരവാദികളായിട്ടുള്ളവരെ നോക്ക്. നമ്മളെക്കാൾ സമ്പന്നന്മാരായിട്ട് അവരുണ്ട്, നമ്മളെക്കാൾ ആരോഗ്യമുള്ളവരായിട്ട് അവരുണ്ട്, നമ്മളെക്കാളുള്ള പല രീതിയിലും ലോകത്തിൽ ശ്രേഷ്ഠത അവർക്കുണ്ട്. പിന്നെ എന്തോ യേശു നമുക്ക് വേണ്ടി ചെയ്തെന്ന് പറയുന്നത്? യേശു ചെയ്തെന്ന് പറയുവാൻ ഇതാണുള്ളത്. അവൻ എൻ്റെ പാപത്തിന്റെ കെട്ടിൽ നിന്ന് എന്നെ വിടുവിച്ചു. ഹല്ലേലൂയ. ഈ ലോകത്തിൽ മറ്റാർക്കും അത് പറയാൻ കഴിയുകയില്ല. ലോകത്തിലുള്ള ഒരു മതസ്ഥനും അത് പറയാൻ പറ്റത്തില്ല, എന്റെ പാപത്തിൽ നിന്ന് ദൈവം എന്നെ വിടുവിച്ചെന്ന്. നോ, പറയില്ല. അഥവാ പുറത്ത് പാപത്തിൽ നിന്ന് വിടുവിച്ചു, പേടിച്ച് ചെയ്യത്തില്ലേലും അകത്ത് പാപം കൊണ്ട് നിറഞ്ഞിരിക്കുക ചിന്തകളില്. എന്നാൽ ഒരു ദൈവ പൈതലിന്റെ അകത്തും പുറത്തും ഒരുപോലെ പാപത്തിൽ നിന്നുള്ള വിടുതൽ കർത്താവ് തരും. ഹല്ലേലൂയ. ഞാൻ വെറും തിയറിയല്ല പ്രസംഗിക്കുന്നത് സഹോദരങ്ങളെ. എന്റെ ജീവിതത്തിൽ എന്റെ കർത്താവ് ചെയ്ത പ്രവൃത്തികളാണ് നിങ്ങളുടെ മുമ്പിൽ സാക്ഷ്യമായി ഞാൻ പറയുന്നത്. പാപത്തിന്റെ കൂനയ്ക്കകത്ത് കിടന്നുരുണ്ട് എന്നെ. അകത്തും പുറത്തും എന്റെ ഓരോ കോശങ്ങളിലും പാപം മാത്രം നിറഞ്ഞു നിൽക്കുകയായിരുന്നു. പാപം കൊണ്ട് പഴുത്ത, പാപം കൊണ്ട് വിളഞ്ഞ, പാപം കൊണ്ട് പഴുത്ത, പാപത്തിന്റെ ഫലം ചുമന്നുകൊണ്ടിരുന്ന എന്നെ അവിടുന്ന് പുറം മാത്രമല്ല മാറ്റിയത്, എന്റെ ആത്മാവും എന്റെ ചിന്തകളും എന്റെ ആത്മാവിനെയും അവൻ ശുദ്ധീകരിച്ചു. യേശു എന്റെ ജീവന് വേണ്ടി ചെയ്തത്, അവൻ എന്റെ പ്രാണന് വേണ്ടി ചെയ്തതാ ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങളോട് പ്രസംഗിക്കുന്നത്. അപ്പൊ യേശു വന്നത് പാപത്തിനൊരു പരിഹാരം തരാനാ. അവൻ പ്രത്യക്ഷനായത് പാപത്തെ നീക്കുവാനും പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാനും. ദാറ്റ് ഈസ് വൺ സൈഡ് ഓഫ് ദി നീഡ് ഓഫ് ദ ലോർഡ്സ് കമ്മിങ്. കർത്താവിന്റെ വരവിന്റെ ഒരാവശ്യം അതായിരുന്നു. രണ്ടാമത്തെ ആവശ്യം എവിടെയാണെന്ന് ചോദിച്ചാൽ 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചിട്ട് പോയിരിക്കുന്നു. മുമ്പ് ഞാൻ പറഞ്ഞിട്ട് കൂട്ട്, ഒരു പ്രോബ്ലം സോൾവ് ചെയ്തിട്ട് ഇനി പ്രോബ്ലത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് എങ്ങനെയാണെന്നുള്ള വഴിയും കൂടെ കാണിച്ചു കൊടുത്തു. ഇവിടെ കർത്താവ് എന്താ ചെയ്തിരിക്കുന്നത് അറിയാമോ? കർത്താവ് ക്രിസ്തു നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. എന്തിന്? നമ്മുടെ പാപത്തിന്റെ ഭാരത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ. എത്ര വലിയ പാപിയാണെന്ന് ഈ ലോകം നിന്നെ മുദ്ര ചെയ്താലും, കഴിഞ്ഞ കാലങ്ങളിൽ എത്ര മികച്ചമായ വഴിയിലൂടെ നീ കടന്നു പോയിട്ടുള്ള വ്യക്തിയായാലും ശരി, ഹല്ലേലൂയ, ഈ ലോകം നിനക്ക് തരുന്ന ശിക്ഷകൾ ഒരു മനുഷ്യന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷയായിരുന്നാലും, ആ ശിക്ഷയ്ക്ക് നീ അർഹയായിരുന്നാലും ശരി, ഹല്ലേലൂയ, കർത്താവ് ആ പാപത്തിന്റെ ഭാരങ്ങളെ തന്റെ മരണം മൂലം നീക്കി ഹല്ലേലൂയ നിന്നെ വിടുവിച്ചു. അവൻ നിനക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. നീ അനുഭവിക്കേണ്ട കഷ്ടങ്ങളൊക്കെയും സ്വർഗം ഹല്ലേലൂയ തിരുമനസാൽ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്ന് മനുഷ്യനായി എനിക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. എന്നെ ആ പാപത്തിൽ നിന്ന് വിടുവിച്ചു. മറന്നുപോകരുത്. ഇവിടെ പറയുന്നു ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. അവിടെ നിൽക്കുകയല്ല, അടുത്ത വാക്യം പറയുന്നു നിങ്ങൾ അവൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചിട്ട് പോയിരിക്കുന്നു. അവൻ്റെ കാൽച്ചുവട് പിന്തുടരുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? വാക്കിംഗ് ഇൻ ഹിസ് ഫുഡ് സ്റ്റെപ്സ്. അവൻ്റെ ഫുഡ് സ്റ്റെപ്സിൽ അവൻ്റെ കാൽച്ചുവട് പിന്തുടരണം. എന്താണെന്നറിയാമോ കർത്താവിൻ്റെ സ്വഭാവം? നമ്മൾ മുമ്പേ വായിച്ചല്ലോ 3:5, അവനിൽ പാപമില്ല. പാപമില്ലാത്തവൻ്റെ കാൽച്ചുവട് ഞാൻ പിന്തുടരുക എന്ന് പറഞ്ഞാൽ പാപമില്ലാത്ത ഒരു ജീവിതത്തിലേക്ക് ഞാൻ നടക്കുക. അതാ എൻ്റെ അർത്ഥം. അപ്പോൾ എന്നെ വിളിച്ചിരിക്കുന്ന വിളി എന്തിനെന്നറിയാമോ? കർത്താവിൻ്റെ കാൽച്ചുവട് പിന്തുടരുവാനാ. എൻ്റെ മാതൃക ക്രിസ്തുവാ. ക്രിസ്തു ആരെന്നറിയണമെങ്കിൽ ഈ വചനം നമ്മൾ പഠിക്കണം.
ഈ വചനം ധ്യാനിക്കണം, ഈ വചനം കേൾക്കണം. ക്രിസ്തു എങ്ങനെയാണ് ഈ ഭൂമിയിൽ ജീവിച്ചതെന്ന് അറിയുവാൻ ക്രിസ്തുവിന്റെ മാതൃക നമ്മൾ പഠിക്കുകയും ചെയ്യുക. ഹല്ലേലൂയ, അത് ധ്യാനിക്കുകയും ചെയ്യുക. ക്രിസ്തുവിനോട് കൂടെ നടന്ന അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ ക്രിസ്തു വരുത്തിയ മാറ്റങ്ങൾ നമ്മൾ കാണണം. അവരെഴുതി വെച്ചിരിക്കുന്ന ലേഖനങ്ങൾ നമ്മൾ വായിച്ചു പഠിക്കണം. അവരുടെ ജീവിതത്തിൽ ക്രിസ്തു ചെയ്തത്. കാലാകാലങ്ങളിൽ ദൈവഭക്തന്മാർ തങ്ങളുടെ ജീവിതത്തിന്റെ സാക്ഷ്യങ്ങൾ നമ്മുടെ മുമ്പാകെ പറയുമ്പോൾ ഹല്ലേലൂയ, അത് കേൾക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകണം. ഹല്ലേലൂയ, ആ കാഴ്ചയോടെ നമ്മൾ പിന്തുടരണം കർത്താവിൻ്റെ. അവിടെ എഴുതിയിരിക്കുന്ന വാക്യം അതാ. സഹോദരങ്ങളെ, ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ. എന്താണ് കർത്താവ് ചെയ്തതെന്നറിയാൻ, എൻ്റെ യേശു, എൻ്റെ കർത്താവ് ഈ ഭൂമിയിൽ വന്ന് എനിക്ക് വേണ്ടി എന്താ ചെയ്തത്? ഹല്ലേലൂയ, ഞാൻ ക്രിസ്തുവിനെ ആഘോഷിക്കുമ്പോൾ, ഞാൻ ക്രിസ്തുവിനെ ആഘോഷിക്കുമ്പോൾ അത് വർഷത്തിലൊരു ദിവസമല്ല. നിങ്ങൾക്കറിയാമോ, ദൈവത്തിന് അബദ്ധം പറ്റിയാണ് ക്രിസ്തു ജനിച്ച ദിവസങ്ങളൊന്നും വചനത്തിൽ എഴുതി വെക്കാഞ്ഞതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഡീറ്റെയിൽസ് ആയിട്ട് കർത്താവിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ ജനനം സംഭവിച്ചതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഏത് രാജാവിൻ്റെ കാലഘട്ടത്തിലാണെന്ന്, ഏത് പ്രവിശ്യയിലാണെന്ന്, ഏത് സ്ട്രീറ്റിൽ, അതായത് ഏത് ഗ്രാമത്തിലാണെന്ന് ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ആകാശ നക്ഷത്രം വന്നതിനെക്കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. അവർ മിസ്രൈമിലേക്ക് ഓടിപ്പോയതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഹേരോദാവ് മരിച്ച ശേഷം മിസ്രൈമിൽ നസ്രത്തിലേക്ക് വന്ന് താമസിക്കുവാൻ ദൂതന്മാർ ചെന്ന് പറഞ്ഞ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എവിടെയെങ്കിലും ഒരിടത്ത് ആ മാസവും തീയതിയും കൂടെ കർത്താവിന് എഴുതി വെക്കാൻ പറ്റത്തില്ലായിരുന്നോ? നിങ്ങൾ ഓർത്തു നോക്കിക്കേ, അവിടെ എവിടെയെങ്കിലും എഴുതി വെക്കരുതായിരുന്നോ? അത് മാത്രമല്ല, കർത്താവിന് ശേഷം ഒരു കാലഘട്ടമുണ്ട്. അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് ഏതാണ്ട് ഒരു 65 വർഷത്തെ കാലഘട്ടത്തെക്കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. ഈ 65-68 വർഷത്തെ കാലഘട്ടത്തിലേക്കൊന്ന് നോക്കിക്കഴിയുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, ഏതെങ്കിലും ഒരു അപ്പോസ്തലൻ ഏതെങ്കിലും ഒരു സഭയോട് പറഞ്ഞിട്ടുണ്ടോ കർത്താവിൻ്റെ ജനനദിവസം അടുത്തു വരുന്നു, നമ്മൾ അതിനായിട്ട് ഒരുങ്ങണം? എവിടെങ്കിലും എഴുതിയതായിട്ട് പറയുന്നുണ്ടോ? ഏതെങ്കിലും ഒരു അപ്പോസ്തലന്റെ ജന്മദിനത്തെ കുറിച്ച് പറയുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? സഹോദരങ്ങളെ, ക്രിസ്മസ് ഈസ് ഓൾ അബൌട്ട് ദാറ്റ്. ക്രിസ്മസ് ഈസ് നോട്ട് അബൌട്ട് എ ഡേ ഓർ ഡേറ്റ് ഓർ ദ മന്ത് ഓർ എനിത്തിങ്. ഇറ്റ് ഈസ് അബൌട്ട് ക്രൈസ്റ്റ് ഹിംസെൽഫ്. ക്രിസ്തുവിനെ കുറിച്ച് പറയുക, അത് മറച്ചു വെച്ചിരിക്കുക. മനുഷ്യന്റെ ഒരു പ്രത്യേകതയുണ്ട്, മറച്ചു വെച്ചിരിക്കുന്നതിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നവനാ മനുഷ്യൻ. അതല്ലേ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സയൻസൊക്കെ. എന്ത് മറച്ചു വെച്ചിരിക്കുന്നു അത് കണ്ടുപിടിക്കുവാനുള്ള ഉത്സാഹം. ഓക്കെ, കുഴപ്പമില്ല, അത് നല്ല ഉത്സാഹം തന്നെയാണ്. കണ്ടുപിടിക്കാൻ പറ്റാതെ വരുമ്പോൾ തൻ്റെ കയ്യിൽ നിന്ന് ഇട്ടിട്ട് അതിനെ കുറവ് നിർത്താൻ പോകരുത്. ഒത്തിരി നാൾ കണ്ടുപിടിക്കാൻ നോക്കിയിട്ട് കണ്ടുപിടിച്ചില്ല, പിന്നെ സ്വയം ഒരു കാര്യം കണ്ടുപിടിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെയാന്ന് അത് പറയരുത്. ക്രിസ്മസ് അതാണ്. ഞാൻ അവിടേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇഫ് യു വാണ്ട് ടു റീഡ് ഇറ്റ് യു ക്യാൻ ഗോ ആൻഡ് റീഡ് ഇറ്റ്. ഓർ യൂട്യൂബിൽ തന്നെ ഒരു മെസ്സേജ് ഉണ്ട്, ഓൾ അബൌട്ട് ക്രിസ്മസ് എന്നും പറഞ്ഞ്, നിങ്ങൾക്കത് കേൾക്കാം. ഞാൻ അവിടേക്കല്ല പോകുന്നത്. അപ്പോൾ യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് എന്തിന്? ഹല്ലേലൂയ. അതൊരു ക്രിസ്മസ് ആഘോഷത്തിന് വേണ്ടി മാത്രമാണോ വന്നത്? അല്ല. ഹി ഡസന്റ് നീഡ് ദി അപ്ലോസ് ഓഫ് മെൻ. മനുഷ്യന്റെ കൈയുടെ ദൈവത്തിന് ആവശ്യമില്ല. മനുഷ്യൻ അത് ആഘോഷിക്കുന്നത് ദൈവത്തിന് ആവശ്യമില്ല. ഞാൻ മുന്നോട്ടൊന്ന് പോകട്ടെ സഹോദരങ്ങളെ. ഇന്നത്തെ പകൽക്കാലം മുന്നോട്ടുള്ള കുറച്ച് സമയം ചില കാര്യങ്ങൾ മാത്രം നമ്മളൊന്ന് മനസ്സിലാക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കർത്താവ് എന്തിന് ഈ ഭൂമിയിൽ പ്രത്യക്ഷനായി? അല്ലെങ്കിൽ മുമ്പേ പറഞ്ഞ രീതിയിൽ വേറൊരു ചോദ്യം ചോദിക്കുകയാണ്, വാട്ട് ദ ലോർഡ് ഹാസ് ഡൺ ഫോർ യുവർ സോൾ. എൻ്റെ ആത്മാവിനു വേണ്ടി എൻ്റെ കർത്താവ് ചെയ്തത് എന്താണ്? എൻ്റെ കർത്താവ് എൻ്റെ ആത്മാവിനു വേണ്ടി ചെയ്തത് എന്തോ അതിനു വേണ്ടിയാണ് കർത്താവ് ഈ ഭൂമിയിൽ പ്രത്യക്ഷനായത്. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ, 4 കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒരുപാട് വാക്യങ്ങളുണ്ട്. പക്ഷെ ഞാൻ ഒരു വാക്യം, അങ്ങനെ എല്ലാ വാക്യങ്ങളിലേക്കും പോകുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഭാഗത്തെക്കുറിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ ദൈവവചനത്തിൽ ഇഷ്ടംപോലെ വാക്യങ്ങളുണ്ട്, ഞാൻ പറയുന്നത് കൂടാതെ തന്നെ. എന്നാൽ ഞാൻ 1-2 വാക്യങ്ങൾ വീതം മാത്രമേ ഈ പോയിന്റുകളിൽ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ. 4 കാര്യങ്ങളാണെന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. 1 റിഡംഷന് വേണ്ടി, 2 റീജനറേഷന് വേണ്ടി, റീജനറേഷൻ, 3 ഇൻഡ്വെല്ലിംഗ്, 4 അഷ്വറൻസ് ആൻഡ് ഹോപ്പ്. ഈ 4 കാര്യങ്ങളാണ് ദൈവം നമുക്ക് വേണ്ടി ചെയ്തത് ഈ ഭൂമിയിൽ. ഈ ഭൂമിയിലെ ഒരു ദൈവ പൈതലിൻ്റെ കാലഘട്ടത്തിൽ ആ ദൈവ പൈതൽ അറിഞ്ഞിരിക്കേണ്ട 4 വിഷയങ്ങളാണ് ഈ വിഷയം. ഈ 4 വിഷയങ്ങളുടെ പൂർത്തീകരണമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം. ഈ 4 വിഷയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകേണ്ടത്. എല്ലാ വിശുദ്ധന്മാരും എല്ലാ ദൈവമക്കളും കടന്നു പോകേണ്ട 4 കാലഘട്ടമാണിത്, 4 വഴികളാണിത്. ഈ 4 കാലഘട്ടത്തിന് വേണ്ടി, 4 അവസ്ഥകൾക്ക് വേണ്ടിയാണ് കർത്താവ് സ്വർഗത്തിൽ നിന്ന് മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്നത്. ഹല്ലേലൂയ. 1 റിഡംഷൻ. റിഡംഷന്റെ മലയാളം അർത്ഥം വീണ്ടെടുപ്പ്. വില കൊടുത്ത് വാങ്ങിക്കുക. ഹല്ലേലൂയ.
നഷ്ടപ്പെട്ടു പോയ ഒന്നിനെ വില കൊടുത്ത് വാങ്ങിക്കുക, അതാണ് വീണ്ടെടുപ്പ് എന്ന വാക്കിന്റെ അർത്ഥം. ഗലാത്യലേഖനം 3:13 ഈ വാക്യം എഴുതിയിരിക്കുന്നു, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു, ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. We were under the curse of the law. ന്യായപ്രമാണത്തിന്റെ ശാപം നമ്മുടെ മേലുണ്ടായിരുന്നു. എന്താ ന്യായപ്രമാണത്തിന്റെ ശാപം എന്ന് പറഞ്ഞാൽ? ന്യായപ്രമാണം ചെയ്യാത്തവനൊക്കെയും ശാപത്തിന്റെ കീഴില എന്ന് പറഞ്ഞാൽ ദൈവം എഴുതി തന്ന കൽപ്പനകൾ അനുസരിക്കാത്തവരൊക്കെയും ആ പ്രമാണത്തിന്റെ ശാപത്തിന്റെ കീഴിലാണ്. ചിന്തിച്ചു നോക്കിയേ, ലോകത്തിലെ സകല മനുഷ്യരും ന്യായപ്രമാണത്തിന്റെ ശാപത്തിന്റെ കീഴിലാണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഈവൻ യഹൂദന്മാർക്ക് പോലും ഇസ്രായേലിന് പോലും പൂർണ്ണമായിട്ട് ആ പ്രമാണങ്ങൾ അനുസരിക്കുവാൻ കോണം കഴിഞ്ഞിട്ടില്ല. റോമാലേഖനം 7-ാം അധ്യായം പഠിച്ചു കഴിഞ്ഞാൽ അപ്പോസ്തലനായ പൗലോസ്, അഗ്രഗണ്യനായ പരീശനായിരുന്ന പൗലോസ് വചനത്തിൽ പറയുന്നു, ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു, ന്യായപ്രമാണം സംബന്ധിച്ച് അനന്യനെന്ന് എഴുതിയിരിക്കുന്നത്, ബ്ലെയിംലെസ് അക്കോർഡിംഗ് ടു ദ ലോ. ദൈവത്തിന്റെ ന്യായപ്രമാണം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ ന്യായപ്രമാണം അനുസരിച്ച് ഞാൻ അനന്യനാണെന്ന് എന്ന് പറഞ്ഞാൽ, ഒരു പരീശൻ ഒരു ന്യായപ്രമാണ പുസ്തകവുമായി വന്നു കഴിഞ്ഞാൽ പൗലോസിന്റെ ജീവിതം അടിമുടി പരിശോധിച്ചാൽ ഈ ന്യായപ്രമാണ പ്രകാരം ഒരു കുറവും പൗലോസിന്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. ചിന്തിച്ചു നോക്കിയേ, ബ്ലെയിംലെസ് അക്കോർഡിംഗ് ടു ദ ലോ. പക്ഷേ അതേ പൗലോസ് റോമാലേഖനം 7-ാം അധ്യായം താഴേക്ക് വായിച്ചു വരുമ്പോൾ പറയുന്നുണ്ട്, 10ാമത്തെ കൽപ്പനയാണ്, പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലെ 10ാമത്തെ കൽപ്പനയാണ് പറയുന്നത്, മോഹിക്കരുത്. ഡോണ്ട് കവറ്റ്. ദാറ്റ് വാസ് വൺ ഓഫ് ദ 10 കമാൻഡ്മെന്റ്സ് ഓഫ് ഗാഡ്. 10 കൽപ്പനകളിൽ ഒന്നാണ് അവസാനത്തെ കൽപ്പന, നീ മോഹിക്കരുത്. യാതൊന്നിനെയും നീ മോഹിക്കരുത്, നിന്റേതല്ലാത്തതിനെ നീ മോഹിക്കരുത്. എന്നാൽ റോമാലേഖനം 7-ാം അധ്യായത്തില് ന്യായപ്രമാണ പ്രകാരം ബ്ലെയിംലെസ് ആയിരിക്കുന്ന, കുറ്റമില്ലാത്തവനായിരിക്കുന്ന, അനന്യനായിരിക്കുന്ന പൗലോസ് സ്വയം കൺഫസ് ചെയ്യുകയാണ്, ഈ മോഹം എന്നിലുണ്ടെന്ന്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ന്യായപ്രമാണ പ്രകാരം പൂർണ്ണമായി ആയിത്തീരുവാൻ്റെ കോണം പൗലോസിനും കഴിഞ്ഞിട്ടില്ലെന്ന്. ഹല്ലേലൂയ. ഈ ലോകത്തിലുള്ള സകല മനുഷ്യരും ന്യായപ്രമാണ പ്രകാരം ശാപത്തിന്റെ കീഴിലാണ്. കാരണം ഒന്നാമത്തെ കാര്യം, അവർക്ക് ന്യായപ്രമാണം എന്തുവാണെന്നറിയത്തില്ല. നമുക്കാർക്കെങ്കിലും അറിയാമോ ഈ 613 കൽപ്പനകൾ പഴയ നിയമത്തിലെ ഏതൊക്കെയാണെന്ന്? കുറച്ചു പേർക്കൊക്കെ അറിയാമായിരിക്കും, വചനം പഠിക്കുന്നത് കൊണ്ട്, പഴയ നിയമം മൊത്തം പഠിക്കുന്നത് കൊണ്ട്, മോശയുടെ പുസ്തകങ്ങൾ 5 പുസ്തകങ്ങൾ പഠിക്കുന്നത് കൊണ്ട് നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയുമായിരിക്കും. 5 പുസ്തകങ്ങളിൽ മാത്രമല്ല, മുന്നോട്ട് വന്ന പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിലും കൽപ്പനകൾ പലതുണ്ട്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഈ കൽപ്പനകൾ അനുസരിക്കാത്തിടത്തോളം കാലം ന്യായപ്രമാണത്തിന്റെ ശാപത്തിന്റെ കീഴില. ക്രിസ്തു ആദ്യം ചെയ്തതെന്നറിയാമോ? കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് നമ്മളെ ന്യായപ്രമാണത്തിന്റെ ശക്തിയിൽ നിന്ന്, ന്യായപ്രമാണത്തിന്റെ ശാപത്തിന്റെ കീഴിൽ നിന്ന് അവൻ വിലയ്ക്ക് വാങ്ങി എന്ന് പറഞ്ഞാൽ നമ്മളെ വിടുവിച്ചു. നമ്മൾ ഇനി അക്കോർഡിംഗ് ടു ദ ലോ അല്ല പറയുന്നത്, അക്കോർഡിംഗ് ടു ദ സ്പിരിറ്റ്. കർത്താവിന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നു. ഹല്ലേലൂയ. വലിയൊരു സബ്ജക്റ്റാണ്, ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല സഹോദരങ്ങളെ. ഹല്ലേലൂയ. ഇപ്പൊ ലോ അനുസരിച്ചല്ല നമ്മൾ ഇന്ന് ജീവിക്കുന്നത്, ആത്മാവിനെ അനുസരിച്ചാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ഇവിടെ നോക്കിക്കോണമേ, ഹി ഹിംസെൽഫ് ബിക്കെയിം എ കർസ്. അവൻ നമുക്ക് വേണ്ടി ശാപമായി തീർന്നെന്ന, അവൻ നമുക്ക് വേണ്ടി ശാപമായി തീർന്നെന്ന് അവിടെ എഴുതിയിരിക്കുന്ന വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. Christ redeemed us from the curse of the law, being made himself a curse. അവൻ സ്വയം ശാപമായി തീർന്നു. കാരണം പ്രമാണങ്ങളിൽ ഒന്നാണ് മരത്തിന്റെ മേൽ ആര് തൂക്കപ്പെടുന്നുവോ അവൻ ശപിക്കപ്പെട്ടവനാണെന്ന്. കർത്താവ് തന്നെ മരത്തിന്റെ മേൽ തൂക്കപ്പെട്ടു. അപ്പോൾ ആ ശാപം അവൻ്റെ മേൽ ഏറ്റെടുത്തു. ഒരു എക്സാമ്പിൾ അവിടെ കാണിക്കുക. ഞാൻ മരിക്കേണ്ടടുത്ത് എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികൾ തന്നെ വിടുവിച്ചു. കർത്താവ് പറഞ്ഞു, ഇനി ഒരു ന്യായപ്രമാണമില്ല. എബ്രായ ലേഖനം 8-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ പഴയതിനെ അവൻ ഒഴിഞ്ഞു പോകുന്നതിനെ അവൻ പഴയതാക്കി, ഒബ്സലേറ്റ് ആയി. ഓൾഡ് ടെസ്റ്റമെന്റ് ബിക്കം ഒബ്സലേറ്റ്. ഹല്ലേലൂയ. പഴയ നിയമത്തിന്റെ പ്രമാണങ്ങളിലല്ല ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. അതിന് ഈക്വലന്റ് ആയിട്ട് ലോ ഓഫ് ഗോഡിന് പകരം ലൈഫ് ഓഫ് ഗോഡ് നമുക്ക് തന്നിരുന്നു. സ്പിരിറ്റ് ഓഫ് ഗോഡിനെ നമുക്ക് തന്നിരിക്കുന്നു. അകത്ത് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നു. ഈ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നറിയാമോ? ഈ പ്രമാണങ്ങളൊക്കെയും അകത്ത് നിന്ന് നമ്മെ അഭ്യസിപ്പിക്കുക. മോഹിക്കരുതെന്നുള്ളത് പരിശുദ്ധാത്മാവ് അകത്തു നിന്ന് പറയും. ഏതിനെങ്കിലും കണ്ട് മോഹിക്കുമ്പോൾ അകത്തു നിന്ന് ദൈവത്തിന്റെ ആത്മാവിന്റെ ശബ്ദം നമ്മുടെ ആത്മാവിനെ കേൾപ്പിക്കും, മോനെ നീ നോക്കരുത്, മോഹിക്കരുത്. അപ്പോൾ കൽപ്പന എഴുതിയിട്ടില്ലെങ്കിലും, കൽപ്പന വായിച്ചിട്ടില്ലെങ്കിലും ആത്മാവിൻ്റെ ശബ്ദം കേട്ട് നമ്മൾ നമ്മുടെ കണ്ണു മാറ്റും.
നമ്മൾ കള്ളം പറയുകയാണെങ്കിൽ പോഷ്കു പറയരുത്, കള്ളം പറയരുത് എന്നുള്ള കൽപ്പന വായിച്ചിട്ടല്ല നമ്മൾ കള്ളം പറയാത്തത്. അകത്തുള്ള പരിശുദ്ധാത്മാവ് നമുക്ക് ബലം തന്നു കള്ളം പറയാതിരിക്കാൻ. അഥവാ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ ആ പാപബോധം ദൈവാത്മാവ് നമുക്ക് തന്നു. നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് അതിൽ നിന്ന് നമ്മൾ വിടുതൽ പ്രാപിക്കും. കാര്യം നമ്മൾ ചെയ്യുന്ന ചെറിയ ഏത് പാപങ്ങളായിക്കോട്ടെ, ചെറുതോ വലുതോ ആയിക്കൊള്ളട്ടെ, അത് പാപമാണെന്നുള്ള ബോധം നമുക്ക് തന്നത് ദൈവത്തിന്റെ ന്യായപ്രമാണമല്ല തന്നത്, പിന്നെയോ പരിശുദ്ധാത്മാവ് അകത്തു നിന്ന് തന്നതാ. മനസ്സിലാകുന്നുണ്ടോ സഹോദരങ്ങളെ? കോൺഷ്യൻസ് നമുക്ക് തന്നിട്ടുണ്ട്. റോമാലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. ഇവിടെ പറയുന്നു എന്താണെന്നറിയാമോ? അവൻ ആദ്യം നമ്മളെ വീണ്ടെടുത്തു, നമ്മളെ വില കൊടുത്തു വാങ്ങിച്ചു. ഒരു കാര്യം ഓർക്കണമേ സഹോദരന്മാരെ, ഈ ലോകത്തിലുള്ള മനുഷ്യൻ വീണ്ടെടുക്കുന്നത് പോലല്ല സ്വർഗത്തിലെ ദൈവം വീണ്ടെടുത്തത്. ഈ ലോകത്തിലുള്ള ഏതെങ്കിലും ഒരു കോടതിയിലേക്ക് ഒരു കുറ്റക്കാരനെ കൊണ്ടുപോയാൽ കോടതിയിൽ നിന്നുകൊണ്ട് ഈ കുറ്റക്കാരന്റെ വക്കീല്, അഡ്വക്കേറ്റ് ഓഫ് ദി അക്യൂസ്ഡ്, കുറ്റമാരോപിതന്റെ വക്കീല് എന്താണെന്നറിയാമോ കോടതിയോട് പറയുന്നത്? യുവർ ഓണർ, ന്യായാധിപനോട് പറയാണ്, യുവർ ഓണർ, എന്റെ കക്ഷി കുറ്റം ചെയ്തിട്ടില്ല. അതല്ലേ പറയുന്നത്? ഏതെങ്കിലും ഒരു കോടതിയിൽ ചെന്നിട്ട് കുറ്റം ആരോപിക്കപ്പെട്ടവന്റെ വക്കീല് പറയാറുണ്ടോ, യുവർ ഓണർ, നിങ്ങൾ പറഞ്ഞതൊക്കെ സത്യമായി, ഇവനിതെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് പറയും? പറയത്തില്ല. അവൻ പറയുന്നത് എന്താണെന്നറിയാമോ? എന്റെ കക്ഷി കുറ്റം ചെയ്തിട്ടില്ല. പക്ഷേ അത്യുന്നതനായ നമ്മുടെ കർത്താവ് സ്വർഗത്തിന്റെ കോടതിയിൽ നിന്നുകൊണ്ട് ലോ ഓഫ് ഗോഡിനോട്, ദൈവത്തിന്റെ നീതിയോട് പറയുന്നത് എന്താണെന്നറിയാമോ? എന്റെ കക്ഷി നിങ്ങൾ പറയുന്ന സകല കുറ്റങ്ങളും ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിക്കണമേ സഹോദരങ്ങളെ, വീണ്ടെടുപ്പിന്റെ വിലയാണ് ഞാൻ ഈ പറയുന്നത്. യേശു കർത്താവ് കള്ളമല്ല പറയുന്നത്. ഈ ലോകത്തിലെ വക്കീലന്മാരെ പോലെ, ലോകത്തിലെ അഡ്വക്കേറ്റിനെ പോലെ സ്വർഗത്തിൽ പെരുമാറുന്ന ഒരു അഡ്വക്കേറ്റ് അല്ലേ നമുക്കുള്ളത്. അപ്പോസ്തലനായ യോഹന്നാൻ 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൽ പറയുന്നു, കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്തു എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തു എന്ന ഒരു മധ്യസ്ഥൻ, കാര്യസ്ഥൻ പിതാവിന്റെ വലത്തുഭാഗത്തുണ്ട്. അവിടെ ആ കാര്യസ്ഥൻ എന്നുള്ള വാക്ക് അഡ്വക്കേറ്റ് എന്ന് എഴുതിയിരിക്കുന്നത്. യു ഹാവ് ആൻ അഡ്വക്കേറ്റ് ബിഫോർ ഗാഡ്, അങ്ങനെ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന അഡ്വക്കേറ്റ് ലോകത്തിലുള്ള അഡ്വക്കേറ്റ് പോലെയല്ല. ലോകത്തിലെ അഡ്വക്കേറ്റ് തന്റെ കക്ഷികൾ പാപം ചെയ്തില്ലെന്ന് കോടതിയിൽ വാദിക്കുമ്പോൾ, സ്വർഗത്തിലെ നമ്മുടെ അഡ്വക്കേറ്റ് സ്വർഗത്തിലെ കോടതിയിൽ പറയുന്നത് എന്റെ കക്ഷി പാപം ചെയ്തിട്ടുണ്ട്, ഈ പറഞ്ഞതിനേക്കാൾ കൂടുതൽ പാപം ചെയ്തിട്ടുണ്ട്. ഈ കോർട്ടിൽ വേറൊരുത്തരും കേൾക്കാൻ വന്നിരിപ്പുണ്ട്. ആരാന്നറിയാമോ? പിശാച്. അവരുമുണ്ട് അവിടെ. ദൈവത്തിന്റെ കോടതി മാത്രമല്ല, ദൈവത്തിന്റെ കോടതി എന്ന് പറയുന്ന ലോ ഓഫ് ദി കോർട്ട് ഓഫ് ദ ലോ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന്റെ കോടതി. അവനാണ് നമ്മളിൽ കുറ്റം കണ്ടുപിടിക്കുന്നത്. ദൈവത്തിന്റെ പ്രമാണങ്ങളെ മൊത്തം ലംഘിച്ചുകൊണ്ട് ജീവിച്ച മനുഷ്യനാണിത്. അവൻ ഇത് ചെയ്തു പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം പിശാചിന്റെ ഫുൾ റെക്കോർഡുണ്ട് നമ്മുടെ ലൈഫ് ഹിസ്റ്ററിയുടെ. ദൈവം നീതിയുള്ള ന്യായാധിപതിയാ. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ കോടതി പറയും ഇവൻ ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. യേശു കർത്താവ് പറയും, യുവർ ഓണർ, നിങ്ങൾ പറഞ്ഞത് സത്യമാ. കോടതി, ദൈവത്തിന്റെ കോടതി പറഞ്ഞിരിക്കുന്നത് മുഴുവനും സത്യമാ. എന്റെ കക്ഷി ഇതിനേക്കാൾ കൂടുതൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ യുവർ ഓണർ, ആ കുറ്റം മുഴുവനും ഏറ്റെടുത്തിട്ടാണ് ഞാൻ ശിക്ഷ അനുഭവിച്ചത്. അവൻ്റെ കുറ്റം മുഴുവനും ഞാൻ ഏറ്റെടുത്തിട്ടാണ് ദൈവിക ന്യായവിധി, ആ കോടതി തന്ന ശിക്ഷ ഞാൻ ഏറ്റെടുത്തത് അവൻ്റേത്. അതുകൊണ്ട് ലെറ്റ് ഹിം ഗോ ഫ്രീ. ഹല്ലേലൂയ. തരേണ്ട വില ഞാൻ ഓൾറെഡി തന്നു കഴിഞ്ഞു. അവൻ വരുത്തിയ നഷ്ടത്തിന്റെ കണക്ക് ഓൾറെഡി ഞാൻ തന്നു തീർത്തു കഴിഞ്ഞു. ഹല്ലേലൂയ. അവൻ ചെയ്യേണ്ട പാപപരിഹാരം ഞാൻ ചെയ്തു. അവൻ കൊടുക്കേണ്ട പ്രായശ്ചിത്തം ഞാൻ പ്രായശ്ചിത്തം ചെയ്തു. 2 കൊരിന്ത്യർ 5:21 പറയുന്നു, പാപമറിയാത്തവനെ നാം ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. കർത്താവിന്റെ മരണത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് പാപമറിയാത്തവനെ. 1 യോഹന്നാൻ 3:5 നമ്മൾ കേട്ടതുപോലെ അവനിൽ പാപമില്ല. ആ പാപമറിയാത്തവനെ നാം അവനിൽ, ക്രിസ്തുവിൽ ദൈവത്തിന്റെ നീതിയായി തീരേണ്ടതിന്, നാം ദൈവകോടതിയിൽ നീതീകരിക്കപ്പെടേണ്ടതിന്, നമ്മിൽ പാപമില്ലെന്ന് ദൈവം പറയേണ്ടതിന് നമുക്ക് വേണ്ടി പാപമാക്കി മാറ്റിയെന്ന, നമ്മുടെ പാപം മുഴുവനും അവൻ ചുമന്നതിൻ്റെ അർത്ഥം. അങ്ങനെയാണ് നമ്മളെ വീണ്ടെടുത്തത്. കർത്താവിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. എൻ്റെ സകല പാപങ്ങളും അവൻ്റെ ചുമലിന്മേലെടുത്ത് ഞാൻ മരിക്കേണ്ടടുത്ത് അവൻ മരിച്ചിട്ട് പറഞ്ഞു, നൗ യു ആർ സെറ്റ് ഫ്രീ. ഐ ഡോണ്ട് നോ ഹൗ മെനി ഓഫ് us can grasp and know this truth. ഹല്ലേലൂയ. കേൾക്കണമേ. എഫേസ്യ ലേഖനം 1:7 പറയുന്നു, അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമം കൊണ്ട് മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. വി ഹാവ് റിഡംഷൻ ത്രൂ ഹിസ് ബ്ലഡ്. കർത്താവ് ഒഴുക്കിയ രക്തം. ഹല്ലേലൂയ. അതിക്രമങ്ങൾ, സകല അതിക്രമങ്ങളിൽ നിന്നും നമ്മളെ വീണ്ടെടുത്തിരിക്കുക.
ഇവിടെ ഇരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും, ഈ വചനം കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും, കർത്താവിന്റെ മരണത്തിൽ നീ വിശ്വസിക്കുന്നുവെങ്കിൽ, നിന്റെ പാപത്തിന് വേണ്ടിയാണ് കർത്താവ് വന്നതെന്നും അവൻ നിന്റെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് നിനക്ക് പകരക്കാരനായി അവൻ മരിച്ചു എന്ന് നീ വിശ്വസിക്കുന്നെങ്കിൽ, ഇന്ന് വരെ, ഈ നിമിഷം വരെ ഈ ഭൂമിയിൽ നീ ചെയ്തിട്ടുള്ള സകല പാപങ്ങളും, ചിന്തകളിലൂടെ ചെയ്ത പാപങ്ങൾ, നീ ആലോചിച്ച പാപങ്ങൾ, നീ നിഗൂഢമായിട്ട് പ്ലാൻ ചെയ്ത പാപങ്ങൾ എല്ലാം നിന്റെ വിശ്വാസത്തിലൂടെ ക്രിസ്തുവിൽ സ്വർഗം ക്ഷമിച്ചിരിക്കുന്നു. അതാണ് വീണ്ടെടുപ്പ്. ഒത്തിരി കാര്യങ്ങൾ പറയണമെന്നുണ്ട്, പക്ഷേ ഞാൻ അവിടെ നിൽക്കുന്നില്ല. ഇതൊക്കെ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണ്, അറിയാവുന്ന കാര്യങ്ങളാണ്. മുന്നോട്ട് പോവുകയാണ്. സങ്കീർത്തനത്തിൽ പറയും, 49-ാം സങ്കീർത്തനത്തിന്റെ 7-8 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. എന്തുവെന്നറിയാമോ? സഹോദരൻ ശവക്കുഴി കാണാതെ അവനെ വീണ്ടെടുക്കുവാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുക്കുവാനോ ആർക്കും കഴിയുകയില്ല. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് എന്തെന്നറിയാമോ? നൺ ഓഫ് ദം ക്യാൻ ബൈ എനി മീൻസ് റെഡീം ഹിസ് ബ്രദർ നോർ ഗിവ് ടു ഗോഡ് എ റാൻസം ഫോർ ഹിം. ഈ ഭൂമിയിൽ ഒരു മനുഷ്യനെ വീണ്ടെടുക്കുവാൻ മറ്റൊരു മനുഷ്യന് കഴിയത്തില്ലെന്ന്, ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുക്കാൻ ഒരു മനുഷ്യനും ഈ ഭൂമി കഴിയത്തില്ലെന്ന് ശ്രദ്ധിക്കണമേ. ഈ ലോകത്തിൽ എത്ര വിശുദ്ധനാണെന്ന് പറഞ്ഞാലും നീ മനുഷ്യൻ മാത്രമാണ്. മനുഷ്യന്റെ ബലഹീനതകളൊക്കെ ഈ വിശുദ്ധൻ എന്ന് പറയുന്ന വ്യക്തിയിലുണ്ട്. അത് ആരുമായിക്കൊള്ളട്ടെ. പഴയ നിയമത്തിൽ എത്രയോ വിശുദ്ധന്മാർ ജീവിച്ചിരുന്നു. അബ്രഹാം മുതൽ ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ, എത്രയോ ദൈവഭക്തന്മാർ ജീവിച്ചിരുന്നു. ആ ഓരോ ദൈവഭക്തന്മാരുടെ ജീവിതത്തിലേക്ക് നോക്കിയാലും അവർ ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിച്ചിരുന്നുവെങ്കിൽ തന്നെയും മനുഷ്യന്റെ ബലഹീനതകളൊക്കെ അവരിലുമുണ്ട്. അവർക്കാർക്കും ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുക്കാൻ പറ്റത്തില്ല. ബ്ലെയിംലെസ് ആയിട്ട് വില കൊടുത്ത് തീർക്കാൻ പറ്റത്തില്ല. ഞാൻ ഈ വ്യക്തിക്ക് വേണ്ടി മരിക്കാമെന്ന് പറഞ്ഞ് മറ്റൊരു വ്യക്തിയെ ചൂണ്ടിക്കാണിച്ച് ദൈവസന്നിധിയിൽ നിൽക്കുവാൻ തക്കവണ്ണം ആർക്കും കഴിയുകയില്ല. ആർക്കും കഴിയുകയില്ല. ഒരു വ്യക്തിയെ വീണ്ടെടുക്കുവാൻ, സ്വന്തം വീട്ടിലുള്ള മകളെ വീണ്ടെടുക്കുവാൻ അപ്പന് കഴിയുകയില്ല, മകളെ വീണ്ടെടുക്കുവാൻ അമ്മയ്ക്ക് കഴിയുകയില്ല, ദൈവമക്കളെ വീണ്ടെടുക്കുവാൻ വിശുദ്ധന്മാർക്ക് ആർക്കും കഴിയത്തില്ല. കേട്ടോ, കഴിയാതിരുന്നത് കൊണ്ടാണ് ദൈവം തന്നെ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യനായി തീർന്നത്. ശ്രദ്ധിക്കണമേ സഹോദരങ്ങളെ, ഈ സങ്കീർത്തനം നമ്മളെ പഠിപ്പിക്കുന്നത്, 49-ാം സങ്കീർത്തനം 7-8 പഠിപ്പിക്കുന്നതാ, ഭൂമിയിൽ ആർക്കും അത് കഴിയാതിരുന്നത് കൊണ്ടാണ് ദൈവം തന്നെ മനുഷ്യനായി ഇറങ്ങി വന്ന് ഈ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം നമുക്ക് തന്നത്. ശാശ്വതമായ ഒരു പരിഹാരം. മനുഷ്യന്റെ ജന്മം മുതൽ, മനുഷ്യന്റെ ഉത്ഭവം മുതൽ ഉണ്ടായിരുന്ന പ്രശ്നത്തിന് പൂർണ്ണമായ ഒരു പെർമനന്റ് സൊല്യൂഷൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്നു ത്രൂ ക്രൈസ്റ്റ്, ക്രിസ്തുവിലൂടെ. അപ്പോൾ യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്ന് എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ, അവൻ എനിക്ക് വേണ്ടി കൊടുക്കേണ്ട വില കൊടുത്തു തീർത്ത് എന്നെ സ്വതന്ത്രമാക്കി. ദാറ്റ് ഈസ് നമ്പർ 1. ക്രിസ്മസിൻ്റെ ആദ്യത്തെ മെസ്സേജ് അതാ. ക്രിസ്മസ്, celebration of Christ, mass of Christ, Christmas. This is the first message. He redeemed me from the guilt of sin. 3 കാര്യങ്ങളുടെ കാര്യത്തിലുണ്ട് കേട്ടോ. ഞാനത് പെട്ടെന്ന് പറഞ്ഞു പോട്ടെ, താഴേക്ക് വായിച്ചു വരുമ്പോൾ അത് മനസ്സിലാകും. 1, അവന് വീണ്ടെടുപ്പ് വില കൊടുത്ത് തന്നെ വിടുവിച്ചു. 2ാമത് വരുമ്പോൾ റീജനറേഷൻ, വീണ്ടും ജനനം. ഹല്ലേലൂയ. ഇതൊരു അമേസിങ് വർക്കാണ് കേട്ടോ. ഇതൊരു അമേസിങ് വർക്കാണ്. എന്നെ അവൻ വീണ്ടെടുത്തു, എന്നെ വില കൊടുത്ത് അവനെ സ്വന്തമാക്കി അവൻ തീർത്തു. 2ാമത് എന്നിൽ ചെയ്തത്, എന്നെ റീജനറേറ്റ് ചെയ്തു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപം കൊണ്ട് തകർന്ന് തരിപ്പണമായിരുന്ന എന്നെ അവൻ പുതുക്കി പണിതു. എന്നിട്ട് പാപം എന്നെ ഷേപ്പ്ലെസ് ആക്കി കളഞ്ഞു കേട്ടോ. എൻ്റെ ചിന്തകളിൽ മുഴുവൻ പാപമായിരുന്നു, എൻ്റെ ഹൃദയത്തിൽ മൊത്തം പാപമായിരുന്നു. പാപത്തിൻ്റെ വഴികൾ എനിക്ക് യൂസ് ടു ആയിരുന്നു. ഒരു ദിവസം പാപം ചെയ്യാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. എൻ്റെ വഴികൾ പാപികളോടുകൂടെയായിരുന്നു. ഞാനതെല്ലാം ഉല്ലസിച്ചിരുന്നു, ഞാനതിൽ സന്തോഷം കണ്ടെത്തിയിരുന്നു. എൻ്റെ ജീവിത ലക്ഷ്യവും ഈ ലോകത്തിൽ വലിയവനാകണം. ദൈവത്തിൻ്റെ ആഗ്രഹം എന്നെക്കുറിച്ച് എന്തായിരുന്നുവോ അതിലെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരുന്നു എന്നെക്കുറിച്ചുള്ള എൻ്റെ ആഗ്രഹം. അപ്പോൾ എന്നെ പണിതെടുത്തല്ല പറ്റുമോ? എന്നെ പുതുതാക്കി മാറ്റിയല്ല പറ്റുമോ കർത്താവിന്? കർത്താവിൻ്റെ പാപത്തിൽ നിന്നെ വിടുവിച്ചെന്ന് പറഞ്ഞാൽ മാത്രമല്ല, മുമ്പേ പറഞ്ഞതിൻ്റെ കൂട്ട് കണക്ക് തെറ്റിപ്പോയ കണക്ക് കറക്റ്റ് ചെയ്ത് കൊടുത്തു എന്നുള്ള മാത്രമല്ല, ഇനി തെറ്റാതിരിക്കാൻ തക്കവണ്ണം എങ്ങനെ കണക്ക് ചെയ്യണമെന്നും കർത്താവ് പഠിപ്പിച്ചു. പ്രൈസ് ഗാഡ്. അതാ റീജനറേഷൻ. എനിക്കൊരു വീണ്ടും ജനനം തന്നു. പ്രൈസ് ഗാഡ്. വീണ്ടും ജനനം. 1 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. യു ആർ ബോൺ അഗെയിൻ. യു ആർ ബോൺ അഗെയിൻ. അമ്മയുടെ ഉദരത്തിൽ നിന്ന് നമ്മൾ ഭൗതികമായി ജനിച്ചു. അതുകൊണ്ടാണ് നമ്മളെല്ലാം ഇവിടെ ഇരിക്കുന്നത്, അല്ലേ? ശരിയല്ലേ? നമുക്കൊരു ജനനം ഉണ്ടായിരുന്നു. ആ ജനനത്തെ നമ്മുടെ ബർത്ത്ഡേ എന്ന് പറയുന്നത്. എല്ലാവർക്കും ബർത്ത്ഡേ ഒക്കെ ഭയങ്കര ഇഷ്ടമല്ലേ? ശരിയല്ലേ? കാരണം ബർത്ത്ഡേ വരുമ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ച ദിവസത്തെ ഓർക്കും. അതുപോലെ തന്നെ ആത്മാവിൽ നമ്മൾ ജനിച്ച ഒരു ദിവസമുണ്ട്. ആ ദിവസമാണ് ബോൺ അഗെയിൻ.
ബോൺ അഗെയിൻ, വീണ്ടും ജനനം പ്രാപിച്ചു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഭൂമിയിൽ ഇങ്ങനെ കുറേ നാൾ പാപത്തിൻ്റെ വഴികളിൽ ജീവിച്ച്, പാപത്തിൻ്റെ ഇഷ്ടത്തിൽ ജീവിച്ചു, എനിക്ക് തോന്നുന്ന പോലെ ഞാൻ നടന്നു, എനിക്ക് തോന്നുന്ന വഴികളൊക്കെ നടന്നു. അങ്ങനെ നടന്ന ഒരു സമയത്ത് ക്രിസ്തു എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ക്രിസ്തു എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട്, ഹല്ലേലൂയ, എൻ്റെ ഹൃദയത്തെ തുറന്നിട്ട് ഞാൻ പാപിയാണെന്നുള്ള ബോധ്യം എനിക്ക് തന്നു. ഇന്ന് ഞാൻ മരിച്ചാൽ നിത്യ നരകത്തിൽ ഞാൻ എത്തുമെന്നുള്ള ബോധ്യം എനിക്ക് തന്നു. ഹല്ലേലൂയ, 1 മുതൽ ഒടുക്കം വരെയും ദൈവത്തിൻ്റെ സകല പ്രമാണങ്ങളെ ലംഘിച്ച ദൈവത്തിൻ്റെ ശത്രുവാണ് ഞാൻ എന്നുള്ള ബോധ്യം എൻ്റെ ഹൃദയത്തിൽ അവൻ തന്നു. പ്രൈസ് ഗാഡ്. എന്നിട്ട് കർത്താവ് അതൊക്കെ സോർട്ട് ഔട്ട് ചെയ്തിട്ട് കാണിച്ചു. വീണ്ടെടുപ്പ് വില കൊടുത്ത്, ഞാൻ കൊടുക്കേണ്ട വില മുഴുവനും കൊടുത്ത്, കർത്താവിൻ്റെ പിതാവാം ദൈവത്തിൻ്റെ, അത്യുന്നതനായ ദൈവത്തിൻ്റെ മിത്രമാക്കി എന്നെ മാറ്റി. മാത്രമല്ല, പുതിയൊരു ജീവൻ എന്നിലേക്ക് തന്നു. എനിക്ക് വീണ്ടും ജന്മം തന്നു. ഹല്ലേലൂയ. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അകൃത്യങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അപ്പം നമ്മൾ മരിച്ച ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട്? നമ്മുടെ അതിക്രമങ്ങൾ കൊണ്ടും നമ്മുടെ പാപങ്ങൾ കൊണ്ടും ആത്മീകമായി മരിച്ചു പോയവരായിരുന്നു നമ്മളെ അവൻ ഉയർപ്പിച്ചു എന്ന് പറഞ്ഞാൽ ജീവിപ്പിച്ചു. അതാണ് ബോൺ അഗെയിൻ. വീണ്ടും നമ്മൾ ജനിച്ചു. ആ വീണ്ടും ജനിച്ചത് എങ്ങനെയാണെന്നറിയാമോ? ദൈവത്തിൻ്റെ തിരുവചനത്താലാ, കെടുന്ന ബീജത്താലല്ല. കാരണം ഭൗതികമായി നമ്മൾ ജനിച്ചത് കെടുന്ന ബീജത്താല, അല്ലേ? മനുഷ്യന്റെ ബീജത്താലാണ് നമ്മൾ ജനിച്ചത്, കറപ്റ്റബിൾ സീഡിലാണ് നമ്മൾ ജനിച്ചത്. എന്നാൽ ദൈവത്തിന്റെ വചനപ്രകാരം നമ്മൾ ജനിച്ചത്, ക്രിസ്തു ജനിച്ചത് കെടുന്ന ബീജത്താലല്ല, അവൻ കെടാത്തതിനാലാണ് ജനിച്ചത്. അതിൽ പരിശുദ്ധാത്മാവിൽ അവൻ ജനിച്ചത്. അതുപോലെ തന്നെ അതേ പ്രവൃത്തി പരിശുദ്ധാത്മാവിൽ എന്നിലും നിങ്ങളിലും ചെയ്തപ്പോഴാണ് വി ബോൺ അഗെയിൻ, നമ്മൾ വീണ്ടും ജനനം പ്രാപിച്ചത്. ഇതൊക്കെ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട വിഷയമാണ്. ഞാൻ വേഗം മുന്നോട്ട് പോവുകയാണ് സഹോദരങ്ങളെ. നമ്മുടെ മുമ്പിൽ അധികം സമയമില്ലാത്തതുകൊണ്ട് അതുകൊണ്ട് 2 കൊരിന്ത്യർ 5:17 ഇങ്ങനെ പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയിരിക്കുന്നു, സകലതും പുതുതായിരിക്കുന്നു. See, amazing. If a person be in Christ, he is a new creature. Old is gone and behold, everything has become new. എല്ലാം പുതിയതായി തീർന്നു. പണ്ടത്തെ ആളാണോ ഞാൻ? എൻ്റെ കൂട്ടുകാരൊക്കെ അത്ഭുതപ്പെടാറുണ്ട്, പഴയ ഞാനാണോ ഇതെന്ന്. എൻ്റെ കൂട്ടുകാരൊക്കെ സ്ഥിരമായിട്ട് ഈ വീഡിയോസ് കേൾക്കുന്നവരുണ്ട്, ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ട്. അവർക്ക് പലർക്കും അത്ഭുതമായി എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റം. ആദ്യമൊക്കെ അവർ കരുതിയിരുന്നത് ഇത് എൻ്റെ പഴയ അഭിനയത്തിൻ്റെ കൂട്ട് വേറൊരു അഭിനയമായതെന്ന് അവർക്ക് കുറച്ചുനാൾ കരുതിയിരുന്നത്, വേറൊരു ട്രിക്കാണെന്നാ. പക്ഷേ ഇന്നവർക്കറിയാം ട്രിക്കല്ല, ഇതെൻ്റെ ലൈഫായി മാറിയെന്ന്. എന്നെ കർത്താവ് മാറ്റി, എൻ്റെ ജീവിത രീതിയെ കർത്താവ് മാറ്റി, എൻ്റെ ജീവിത ലക്ഷ്യത്തെ കർത്താവ് മാറ്റി, എൻ്റെ ജീവിതത്തിൻ്റെ മൂല്യങ്ങളെ, വാല്യൂ സിസ്റ്റത്തെ കർത്താവ് മാറ്റി, എൻ്റെ ലൈഫിൻ്റെ അഗ്ലിനെസ്സിനെ കർത്താവ് മാറ്റി. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇവിടെ പറയുന്നു ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നെന്നാ. ഇവിടെ ഇരിക്കുന്നവരോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നീ ക്രിസ്തുവിൽ വന്നതുകൊണ്ട് നീ ഒരു പുതിയ സൃഷ്ടിയായി തീർന്നോ? നീ ഒരു പുതിയ സൃഷ്ടിയായി തീർന്നില്ലെങ്കിൽ നീ ക്രിസ്തുവിൽ വന്നിട്ടില്ല എന്നാ അതിൻ്റെ അർത്ഥം. അതുമാത്രമല്ല, ദാറ്റ് ഇസ് വൺ ഓഫ് ദ ടെസ്റ്റ്. അന്ന് ടെസ്റ്റാണ് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്നത്. ഇഫ് എ പേഴ്സൺ ബി ഇൻ ക്രൈസ്റ്റ് ഈസ് എ ന്യൂ ക്രീച്ചർ, ഓൾഡ് ഈസ് ഗോൺ ആൻഡ് എവരിതിങ് ഹാസ് ബിക്കം ന്യൂ. നമ്മുടെ പഴയ ലൈഫ് സ്റ്റൈലാണോ ഇപ്പോഴും നമ്മുടെ ഇരിക്കുന്നത്? പണ്ടത്തെ പോലെ വായി തോന്നുന്നതൊക്കെ നമ്മൾ ഇപ്പോൾ പറയാറുണ്ടോ? പണ്ടൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കുമായിരുന്നു, ഇപ്പൊ നമ്മൾ ചിന്തിക്കാറുണ്ടോ? പണ്ടത്തെ ജീവിത രീതിയാണോ ഇപ്പോഴത്തെ ജീവിത രീതി? പണ്ടത്തെ കൂട്ടുകാർ തന്നെയാണോ ഇപ്പോഴത്തെ കൂട്ടുകാര്? അവരെ കൂട്ടുകാരായി വെച്ചേക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പഴയ കൂട്ടുകെട്ട് പോലെ ആകരുത് നമ്മുടെ കൂട്ടുകെട്ട്. പഴയ ജീവിതത്തിന്റെ വാല്യൂ സിസ്റ്റം ആകരുത് ഇപ്പോഴത്തെ വാല്യൂ സിസ്റ്റം. പഴയ ലക്ഷ്യമാകരുത് ഇപ്പോഴത്തെ ലക്ഷ്യം. പണ്ട് പലതിനെ സ്നേഹിച്ചിരുന്നു, അതിനോടായിരിക്കരുത് ഇപ്പോഴത്തെ നിന്റെ സ്നേഹം. നിന്റെ ജീവിതത്തിൽ പഴയത് കഴിഞ്ഞു പോയി, സകലതും പുതുതാക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് എനിക്ക് പുതിയ ലക്ഷ്യമുണ്ട്, പുതിയൊരു ഡെസ്റ്റിനേഷൻ എനിക്കുണ്ട്, പുതിയൊരു ജീവിത രീതിയുണ്ട്, പുതിയൊരു വാല്യൂ സിസ്റ്റം ഉണ്ട്, പുതിയൊരു കൂട്ടുകെട്ടുണ്ട്, പുതിയൊരു യാത്രയുണ്ട്. എല്ലാം പുതുതാക്കപ്പെട്ടിരിക്കുന്നു. കാരണം ഞാൻ പുതുതായി ജനിച്ചവനാ. ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് എന്നെ വീണ്ടും ജനനത്തിലേക്ക് നയിക്കാനാ, എനിക്കൊരു പുതിയ ജീവൻ തരാനാ. ഞാൻ വേഗം മുന്നോട്ട് പോവുകയാണ് സഹോദരങ്ങളെ. ഹല്ലേലൂയ. നിക്കോദേമോസ്, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നിക്കോദേമോസിനെ കുറിച്ച് അറിയാം. പരീശന്മാരിലൊരു പ്രമാണിയാണ്, പരീശന്മാരുടെ പ്രമാണിയാണ്. നിക്കോദേമോസ് കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് കർത്താവിനോട് പറഞ്ഞു, ആ വാക്യം നിങ്ങളൊന്ന് വായിക്കണം, അതിനകത്ത് ഒരു പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കാത്ത ഒരു കാര്യം ഉണ്ടായേക്കാം, ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ ഈ പ്രഭാതത്തിൽ ആ വാക്യഭാഗം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോഴേ എനിക്കത് മനസ്സിലായി. കർത്താവിൻ്റെ ഹൃദയം അത് തുറന്ന് കാണിച്ചു തന്നു. പരീശന്മാരുടെ കൂട്ടത്തിൽ
യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോദേമോസ് എന്ന പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഐ എം റീഡിംഗ് ഫ്രം ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 3 വേഴ്സ് 1. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 1-ാമത്തെ വാക്യം. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ പ്രമാണിയായി നിക്കോദേമോസ് എന്ന പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്നവനോട്, റബി, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം നിന്നോട് കൂടെ ഇല്ല എങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. യേശു കൊടുക്കുന്ന മറുപടി നിങ്ങൾ നോക്ക്. ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. നിക്കോദേമോസ് എന്ത് പ്രതീക്ഷിച്ചാ കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്നതെന്നറിയാമോ? നിക്കോദേമോസ് എപ്പോഴാണ് വന്നത്? രാത്രിയിലാണ് വന്നത്. ആരാ നിക്കോദേമോസ്? പരീശന്മാരിൽ പ്രമാണിയാണ്. പരീശന്മാരെന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം വള്ളി പുള്ളി വിടാതെ അരച്ച് കലക്കി കുടിച്ച പ്രമാണിമാരാണ്. ദേ ആർ സ്കോളേഴ്സ് ഇൻ ദ ലോ ഓഫ് ഗാഡ്. ദേ ആർ സ്കോളേഴ്സ് ഇൻ മൊസൈക് ലോ. മോശയുടെ പ്രമാണങ്ങളിൽ, ന്യായപ്രമാണങ്ങളിലെ സ്കോളേഴ്സാണ്, പണ്ഡിതന്മാരാണ് പരീശന്മാര്. അതിൽ പ്രമാണിയായിരിക്കുന്ന അതെടുത്ത് മാറ്റം. അതിൽ പ്രമാണിയായിരിക്കുന്ന ഒരു മനുഷ്യനാണ് നിക്കോദേമോസ്. അതിൽ പ്രമാണിയായിരിക്കുന്ന മനുഷ്യനാണ് നിക്കോദേമോസ്. ആ നിക്കോദേമോസ് രാത്രിയില്ലാതെ കർത്താവിൻ്റെ സന്നിധി വന്നു. ആരും ചിന്തിക്കരുത് പകൽ പുള്ളിക്കാരൻ വളരെ ബിസി ആയിരുന്നു, അതുകൊണ്ടാണ് പറയുന്നത്. നോ, അദ്ദേഹം വന്നത് എന്താണെന്നറിയാമോ? ആരും തന്നെ കാണരുത്. ഗുരുവിൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് ആരും കാണരുത്. ഇന്ന് പലരും അങ്ങനെയാണ് കേട്ടോ. എല്ലാവരെയും കർത്താവിനെ അംഗീകരിക്കത്തില്ല. എല്ലാവരും കർത്താവിൻ്റെ സാക്ഷിയാന്ന് പറയത്തില്ല. എല്ലാവരും കർത്താവിൻ്റെ ശിഷ്യനാന്ന് പറയത്തില്ല. കാരണം എന്താണെന്നറിയാമോ? സമൂഹം തള്ളിക്കളഞ്ഞെങ്കിൽ എന്തോ ചെയ്യും? വീട്ടുകാർ ഇറക്കി വിട്ടെങ്കിൽ എന്ത് ചെയ്യും? കിട്ടുവാനുള്ള ഓഹരിയൊന്നും കിട്ടാതിരുന്നെങ്കിൽ എന്ത് ചെയ്യും? ജോലി നഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യും? കൂട്ടുകാർ വെറുത്തെങ്കിൽ എന്ത് ചെയ്യും? നിക്കോദേമോസ് ആ ടൈപ്പായിരുന്നു. അവന് കർത്താവിനെ പബ്ലിക്കായിട്ട് സാക്ഷിക്കാൻ പറ്റത്തില്ല. ഇവിടെ വന്ന് കർത്താവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞ കാര്യം പബ്ലിക്കിൽ നിന്നുകൊണ്ട് മറ്റു പരീശന്മാരോട് പറയാൻ അവന് കഴിയത്തില്ല. ദൈവത്തിൽ നിന്ന് വന്നവനാണെന്ന് നിക്കോദേമോസ് ഇപ്പോൾ പറഞ്ഞു യേശുവിനോട്. എന്നാൽ സിനഗോഗിൽ നിന്നുകൊണ്ട്, ദേവാലയത്തിൽ നിന്നുകൊണ്ട് എല്ലാവരും കേൾക്കെ ഇവൻ ദൈവത്തിൽ നിന്ന് വന്നവനാണെന്ന് പറയുവാൻ നിക്കോദേമോസിന് കഴിയത്തില്ല. അതുകൊണ്ട് അവൻ രാത്രി കടന്നു വന്നിട്ട് പറയുക, എന്താണെന്നറിയാമോ? നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. അതുമാത്രമല്ല, ദൈവം നിന്റെ കൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന കാര്യങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല. കർത്താവ് ഒരൊറ്റ വാക്കേ പറഞ്ഞുള്ളൂ, നിക്കോദേമോസേ, നീ വീണ്ടും ജനിക്കണം. നിനക്കൊരു പുതിയ ജീവിത ശൈലി വേണം. നിനക്കൊരു പുതിയ ജീവിത ലക്ഷ്യം വേണം. ഹല്ലേലൂയ. നിനക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ സാക്ഷിക്കുവാൻ തക്കവണ്ണമുള്ളൊരു ധൈര്യം വേണമെങ്കിൽ നിനക്കൊരു പുതിയ ജീവൻ വേണം. നിന്റെ ഇപ്പോഴിട്ടിരിക്കുന്ന ഉടുപ്പുകൾ ഊരണം. നിന്റെ ഇരിക്കുന്ന വേഷങ്ങൾ, കയ്യിലിരിക്കുന്ന വേഷങ്ങളൊക്കെ വേണ്ടാതെ വെക്കണം. നിന്റെ ഈ ഭയമുണ്ടല്ലോ, അകത്തുള്ള ഭയമുണ്ടല്ലോ, ലോകത്തിലെ അംഗീകാരമുണ്ടല്ലോ, ലോകത്തിലെ പേര്, പ്രൗഢി, ഇതൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് എന്റെ പിന്നാലെ നീ വരണം. അതിന് നീ വീണ്ടും ജനിച്ചേ മതിയാകൂ. ദൈവത്തിന്റെ ജീവൻ നിന്നിലേക്ക് വരണം. അതാ പറഞ്ഞത്. നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ വേറെ ഒന്നും പറഞ്ഞില്ല. കർത്താവ് ഒരു മറുപടി പറഞ്ഞു. നമ്മളൊക്കെ പറഞ്ഞു, താങ്ക് യു ഫോർ യുവർ ഗുഡ് വേർഡ്സ്. നമ്മൾ പറയത്തില്ലായിരുന്നോ? നമ്മളെക്കാൾ മാതൃകയുള്ളവനാണ് കർത്താവ് പറഞ്ഞതിനെ മാറുന്നത്. പക്ഷെ കർത്താവ് അതൊന്നുമല്ല കർത്താവിൻ്റെ വിഷയം. കർത്താവ് നിക്കോദേമോസിൻ്റെ ഉള്ളിലേക്കൊന്ന് നോക്കിയപ്പോൾ, അവൻ്റെ ആത്മാവിലേക്ക് നോക്കിയപ്പോൾ, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചിരിക്കുന്ന ജീവനില്ലാത്ത ഒരു ആത്മാവിനെയാണ് നിക്കോദേമോസിൻ്റെ അകത്ത് സ്വർഗത്തിലെ ദൈവം കണ്ടത്. ഇവൻ സ്വർഗത്തിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഇവൻ പഠിച്ചു വെച്ചിരിക്കുന്ന ന്യായപ്രമാണങ്ങൾ കൊണ്ടോ, ഈ ലോകത്തിൽ കിട്ടിയിരിക്കുന്ന പ്രമാണി എന്ന പദം കൊണ്ടോ, പരീശൻ എന്ന പ്രമാണം കൊണ്ടോ ഇവന് സ്വർഗത്തിൽ വരാൻ കഴിയുകയില്ല. ഇവൻ വരാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഇവന്റെ ആത്മാവിന് വീണ്ടും ജനനം ഉണ്ടാകണം. ഇവൻ ഒരു ദൈവ പൈതലായി മാറണം. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഹല്ലേലൂയ, ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിൻ നിന്നിട്ട് ഒരു കൂട്ടുകാരൻ വെളിയിലേക്ക് ഇറങ്ങി വരുന്നത് ദൂരെ നിന്ന് നീ കണ്ടു. നിനക്ക് ഒരൊറ്റ മിനിറ്റേ ഉള്ളൂ. ഈ ട്രെയിൻ വിടുന്നതിന് മുമ്പ് ഈ കൂട്ടുകാരനോട് ഒരു കാര്യം സംസാരിക്കണമെങ്കിൽ നീ പറയേണ്ടത് ഇതാണ്: നീ വീണ്ടും ജനനം പ്രാപിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ നീ കടക്കുകയില്ല. ഇറ്റ് ഈസ് ദാറ്റ് ഇമ്പോർട്ടന്റ്. അത് അത്രമാത്രം ഇമ്പോർട്ടൻ്റ്. ഈ ലോകത്തിൽ ഏതെങ്കിലും നാം സ്നേഹിക്കുന്ന നമ്മുടെ അടുത്തുള്ള നമ്മുടെ കൂട്ടുകാരോട്, നമ്മുടെ പ്രിയപ്പെട്ടവരോട് അവസാനം ഒരു വാക്ക് പറയണമെന്ന് നീ ആഗ്രഹിക്കുന്നെങ്കിൽ, ഒന്നും പറയാൻ നിന്റെ ജീവിതത്തിൽ സമയമില്ല, ഒറ്റ വാക്ക് പറയാനേ നിനക്കൊരു സമയം കിട്ടുന്നുള്ളെങ്കിൽ പറയേണ്ട വാക്കിതാണ്: സഹോദര സഹോദരി, നീ ക്രിസ്തുവിൽ വീണ്ടും ജനിച്ചില്ല എങ്കിൽ നിന്റെ മരണശേഷം നീ സ്വർഗരാജ്യത്തിൽ എത്തത്തില്ല. കർത്താവ് അതാ ഇവിടെ പറഞ്ഞത്. യേശു ഈ ഭൂമിയിലേക്ക് വന്നത് എന്നെ വീണ്ടും ജനനത്തിലേക്ക് നയിക്കുവാൻ തക്കവണ്ണമായിരുന്നു. സമയം പെട്ടെന്ന് പോവുകയാണ് മുന്നോട്ട്. മൂന്നാമത്തേത്, ഇൻഡ്വെല്ലിംഗ്, നമ്മിൽ അവൻ വസിക്കുന്നു.
ക്രിസ്തു എന്നിൽ വസിക്കാൻ തക്കവണ്ണമായി ഭൂമിയിലേക്ക് വന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സഹോദരങ്ങളെ മറക്കരുത്, ആദ്യം നമ്മൾ കേട്ടു വീണ്ടെടുപ്പ് വില കൊടുത്തു, എന്നെ അവൻ റെഡീം ചെയ്തു, എന്നെ വീണ്ടെടുത്തു. 2, എന്നെ അവൻ പുതിയ ജനനത്തിലേക്ക്, റീജനറേഷൻ. ഹി കോസ്ഡ് മീ ടു റീജനറേറ്റ്, ടു ബി റീജനറേറ്റഡ്. എന്നെ അവൻ വീണ്ടും ജനനത്തിലേക്ക് നയിച്ചു. ഹി കോസ്ഡ് മീ ടു ബി ബോൺ അഗെയിൻ. 2 എന്നെ ജനിക്കുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചു. കർത്താവ് ഈ ഭൂമിയിൽ വന്നില്ലായിരുന്നു, ഒരൊറ്റ വ്യക്തിയും ബോൺ അഗെയിൻ ആവുമായിരുന്നു. കർത്താവിനെ കണ്ടില്ലായിരുന്നെങ്കിൽ നിക്കോദേമോസും ബോൺ അഗെയിൻ ആകത്തില്ലായിരുന്നു. എനിക്കൊരു തോന്നലുണ്ടാകുന്നു, നിക്കോദേമോസ് ഇത് കേട്ടിട്ട് ബോൺ അഗെയിൻ ആയി കാണും. അതുകൊണ്ടാണ് കർത്താവ് മരിച്ചതിന് ശേഷം കർത്താവിൻ്റെ ശരീരമെടുക്കുവാൻ വേണ്ടി 2 ഭക്തന്മാർ വന്നു. ഒന്ന് ജോസഫും, അരിമത്തിയയിലെ ജോസഫും, 2 നിക്കോദേമോസും. അവിടെ പബ്ലിക്കായിട്ടാണ് വന്നത്. അതിൻ്റെ അർത്ഥം I am sure he must be born again. He was born again. ഹല്ലേലൂയ. കർത്താവ് വന്നില്ലായിരുന്നെങ്കിൽ നമുക്കാർക്കും ഒരു ചോയ്സും ഇല്ലായിരുന്നു. നമുക്ക് മാത്രമാണോ ഈ യഹൂദന്മാരെല്ലാം പോയനേമായിരുന്നു. നിക്കോദേമോസ് സ്വർഗത്തിൽ എത്തത്തില്ലെങ്കിൽ വേറെ ആരവിടെ എത്തും? പരീശന്മാരുടെ കൂട്ടത്തിൽ പൗലോസ് എത്തിയില്ലെങ്കിൽ വേറെ ആരെത്തും? അപ്പോൾ ഈ ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ കർത്താവ് വന്നു എന്ന് പറയുമ്പോൾ കർത്താവ് ചെയ്ത കാര്യങ്ങളാണ് ഇതൊക്കെ. നമ്മളത് അറിഞ്ഞിരിക്കണം. 3, ഇൻഡ്വെല്ലിംഗ്, നമ്മിൽ വസിക്കുവാൻ കർത്താവ് വന്നു. ഹല്ലേലൂയ. പെട്ടെന്ന് ഞാൻ പോകട്ടെ. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ കമ്മീഷനിങ്, തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചിട്ട് കർത്താവ് അവരെ കമ്മീഷൻ ചെയ്യുന്നുണ്ട്, അധികാരപ്പെടുത്തുന്നുണ്ട്. അതിനകത്ത് പറയുന്നുണ്ട്, നിങ്ങൾ ഭൂലോകമൊക്കെയും പോയി ഈ സുവിശേഷം മറ്റുള്ളവരോട് അറിയിച്ചിട്ട് സകല ജാതികളെയും എൻ്റെ ശിഷ്യരാക്കണം. എന്നിട്ട് അവരോട് പറഞ്ഞു, കണ്ടാലും ലോക അവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. അത് നമുക്ക് ബാധകമല്ലേ സഹോദരങ്ങളെ? കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. എവിടെയാണ് കർത്താവ്? ആർക്കെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? അതാണ് രഹസ്യം. തൻ്റെ പരിശുദ്ധാത്മാവിനാൽ, തൻ്റെ ആത്മാവിനാൽ നമ്മുടെ ഉള്ളിൽ അവൻ വസിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അൺടു ദി എൻഡ് ഓഫ് ദ വേൾഡ് ഓർ അൺടു ദി എൻഡ് ഓഫ് അവർ ലൈഫ്. ഈ ഭൂമിയിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒരു തെറ്റു ചെയ്തതിനെ, ആ തെറ്റിനെ മുഴുവനും അവിടുന്ന് മാറ്റി തെറ്റ് ചെയ്യാതിരിക്കാനുള്ള വഴി അവിടുന്ന് കാണിച്ചു തന്നു, ശുദ്ധീകരണത്തിനുള്ള വഴി കാണിച്ചു തന്നു. അത് മാത്രമല്ല, നമ്മളെ നടത്താൻ തക്കവണ്ണം നമ്മുടെ ഉള്ളിൽ അവിടുന്ന് വസിക്കുകയും കൂടെ. എന്തൊരു അമേസിങ് ലൈഫാണ് ക്രിസ്ത്യൻ ലൈഫ് എന്ന് നോക്കിയേ. പഴയ നിയമത്തിലും കാണാം. ഇതുകൊല്ലോ ആർക്കെങ്കിലും അറിയാമായിരുന്നു? ഇന്നലെ ഒരു ചർച്ചിൽ ഞാൻ പഴയ നിയമത്തിനെ കുറിച്ച് ക്ലാസ് എടുത്തു. പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസം സൂമിൽ ഞാൻ അവരോടത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. ഹല്ലേലൂയ. അപ്പോൾ പഴയ നിയമത്തിൽ ഞാൻ ആദ്യം തുടങ്ങി ചോദിച്ചത് ഇങ്ങനെയാണ്, നീ പഴയ നിയമത്തിലാണോ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്? അത് ഒരു ചോയ്സ് നിനക്ക് തരിക. പഴയ നിയമത്തിൽ ജനിക്കണമായിരുന്നോ പുതിയ നിയമത്തിൽ ജനിക്കണമായിരുന്നോ എന്ന് ചോദിച്ചാൽ നീ ഏത് ചോയ്സാണ് എടുക്കുന്നത്? എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു, പഴയ നിയമത്തിൽ നിങ്ങൾ ജനിച്ചായിരുന്നെങ്കിൽ അമേസിങ് കാര്യങ്ങൾ കണ്ടേനേമായിരുന്നു. എന്താണെന്നറിയാമോ? സമുദ്രം 2 നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റും. യോർദാൻ പിൻവാങ്ങിപ്പോകുന്നത് കണ്ണുകൊണ്ട് കാണാൻ പറ്റും. ഹല്ലേലൂയ. ആകാശത്ത് നിന്ന് മഞ്ഞ ഇറങ്ങി വരുന്നത് കാണാൻ പറ്റും. എരിഹോ മുതൽ നിങ്ങളുടെ മുമ്പിൽ പടപ്പടം പോലെ പൊടിഞ്ഞു വീഴുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ ഫറവോനെയും അവൻ്റെ സൈന്യത്തെയും ചെങ്കടലിൽ തള്ളിയിട്ട് കൊല്ലുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പുതിയ നിയമത്തിലായിരുന്നെങ്കിൽ സിംഹത്തിൻ്റെ വായിലോട്ട് നിങ്ങൾ പോകേണ്ടി വന്നേനെ, ക്രൂശിന്മേൽ നിങ്ങൾ തറയ്ക്കപ്പെട്ടി വന്നേനെ, വെളിച്ചെണ്ണയ്ക്കകത്ത് എണ്ണയ്ക്കകത്ത് കിടന്ന് പൊരിയേണ്ടി വന്നേനെയുമായിരുന്നു. ഇതിലേതാ നിങ്ങൾക്ക് വേണ്ടി? അത് ചോദിച്ചിട്ടാണ് ദൈവത്തിൻ്റെ വചനം പറയാനായിട്ട് ഞാൻ തുടങ്ങിയത്. എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, ഇവിടെ കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളുടെ ഉള്ളിൽ വസിക്കുമെന്ന്. കർത്താവ് ഉള്ളിൽ വസിച്ചത് കൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പുതിയ നിയമത്തിലെ വിശുദ്ധന്മാർക്ക് ചെയ്യാൻ പറ്റിയത് കേട്ടോ. തിളച്ചെണ്ണയിലേക്ക് ഇട്ടാൽ എണ്ണയുടെ ചൂട് അവർക്ക് അടിക്കാൻ പറ്റത്തില്ല. കാരണം എന്നാണെന്നറിയാമോ? ഈ ലോകത്തിൽ മരിക്കുന്ന നിമിഷം അവർ കാണുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, സ്തെഫാനോസിനെ കല്ലെറിഞ്ഞ് സ്തെഫാനോസ് മരിക്കുന്ന നിമിഷം അവൻ സ്വർഗത്തേക്ക് നോക്കിയിട്ട് അവൻ ഉറക്കെ പറയുകയാണ്, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു. കല്ലെറിഞ്ഞവരാരും അത് കണ്ടില്ല. അത് കണ്ട് കരഞ്ഞുകൊണ്ട് നിന്നവരാരും കണ്ടില്ല. പക്ഷേ മരണത്തോടടുത്തവൻ മരിക്കാൻ ഒരു നിമിഷം മുമ്പിലുള്ളപ്പോൾ അവൻ സ്വർഗത്തേക്ക് നോക്കിയപ്പോൾ അവൻ കണ്ടത്, ഹല്ലേലൂയ, താൻ കർത്താവിന് വേണ്ടി സഹിക്കുന്ന കഷ്ടപ്പാട് കണ്ടിട്ട് ഈ ലോകത്തിന്റെ മധ്യത്തിൽ പീഡനങ്ങളുടെ നടുവിൽ, പ്രതികൂലങ്ങളുടെ നടുവിൽ, പ്രതിബന്ധങ്ങളുടെ നടുവിൽ എന്റെ കർത്താവിന് വേണ്ടി സാക്ഷിയായി നിൽക്കുന്നത് കണ്ടിട്ട് വലത്തുഭാഗത്തിരുന്നവൻ അവിടെ എഴുന്നേറ്റ് നിൽക്കുന്നതായിട്ടാണ് കണ്ടത്. വചനത്തിൽ ആ ഒരു ഭാഗത്ത് മാത്രമേ യേശു കർത്താവ് സ്വർഗത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്നു എന്നുള്ളത് പറയുന്നുള്ളൂ. ബാക്കി എല്ലായിടത്തും താൻ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നു എന്നാണ് പറഞ്ഞത്. നീയും ഞാനും കർത്താവിന്റെ നാമത്തിന് വേണ്ടി കഷ്ടം അനുഭവിക്കുമ്പോൾ, നിന്നെ അനുഭവിക്കുമ്പോൾ, ധൈര്യത്തോടെ ദൈവത്തിന്റെ കൃപയിൽ ആത്മാവിൽ നിന്നുകൊണ്ട് അവിടത്തേക്ക് സാക്ഷ്യം പറയുമ്പോൾ, വിശ്വസ്തയോടും വിശുദ്ധിയോടും ഓരോ ദിനവും ജീവിക്കുമ്പോൾ കർത്താവ് സ്വർഗത്തിൽ എഴുന്നേറ്റ് നിന്ന് പറയുക, ഹിയർ ഈസ് മൈ സൺ, ഹി ഈസ് മൈ ഡിസൈപ്പിൾ, ഓർ ഷീ ഈസ് മൈ ഡിസൈപ്പിൾ. ഞാൻ വേഗം മുന്നോട്ട് പോട്ടെ.
യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ നോക്കി. അവിടെ പറയുന്നു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളെ ഇത് ആരുടെ വാക്യമാണ് ബ്രദറെ? യേശു പറയുക, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഐ വോണ്ട് ലീവ് യു ആസ് ഓർഫൻസ്. ആരുമില്ലാത്തവരായിട്ട് പോവുക, നിന്നെ വിടത്തില്ല. കാരണം നിന്നോട് കൂടെ ഞാനുണ്ട്. അതാണ് 28-20 നമ്മൾ കേട്ടത് മത്തായിയുടെ സുവിശേഷം. എന്റെ യേശു എന്റെ കൂടെ ഉണ്ട്, മരണത്തിന്റെ താഴ്വരയിലൂടെ. ഈവൻ ഇഫ് ഐ വാക്ക് ത്രൂ ദ വാലി ഓഫ് ദി ഷാഡോ ഓഫ് ഡെത്ത്, ഹിസ് പ്രസൻസ് ഈസ് വിത്ത് മീ. ഈ ലോകത്തിന് ഏത് കോണിൽ ഞാൻ പോയാലും എന്റെ യേശു എന്റെ കൂടെയുണ്ട്. അത് പത്മോസ് ദ്വീപിന്റെ അനുഭവമായാലും ശരി, യേശു അവിടെ ഉണ്ട്. കാരാഗ്രഹത്തിന്റെ അനുഭവമായാലും ശരി, യേശു അവിടെ ഉണ്ട്. തിളയ്ക്കുന്ന എണ്ണയായാലും ശരി, യേശു അവിടെ ഉണ്ട്. അതാ കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. നിന്റെ ദൈവം എവിടെയെന്ന് ഭൂമിയിൽ ഒരുത്തനും എന്നോട് ചോദിക്കാൻ ഇടയാവത്തില്ലെന്ന് അതിൻ്റെ അർത്ഥം. എൻ്റെ ദൈവം എന്നോട് കൂടെ ഉണ്ടാവും, എൻ്റെ കർത്താവ് എന്നോട് കൂടെ. ഇതൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ട്, നമുക്ക് സമയമില്ല. ഞാൻ വേഗം മുന്നോട്ട് പോകുക. 8:26 റോമാലേഖനം 8:26. അതുകൊണ്ടും തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നമ്മൾ അറിയുന്നില്ലല്ലോ. ഉച്ചരിച്ചാണ് കൂടാത്ത ഞെരുക്കങ്ങളാൽ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. പ്രാർത്ഥിക്കാൻ പോലും നമ്മളെ പഠിപ്പിക്കുന്നത് കർത്താവ്. കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ. ഇന്നോ നമ്മൾ പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കുമ്പോൾ, കർത്താവെ പ്രാർത്ഥിക്കാൻ എനിക്ക് അറിയത്തില്ലെന്ന് പറയുമ്പോഴും അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കും ദൈവഹിത പ്രകാരം. കാരണം വചനം പറയുന്നു, വേണ്ടും പോലെ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് അറിയത്തില്ല. നിങ്ങൾ എത്ര വലിയ വിശുദ്ധനായാലും ശരി, പ്രാർത്ഥിക്കാൻ ദൈവത്തിൻ്റെ ഹിതപ്രകാരം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് നിനക്കും എനിക്കും അറിയത്തില്ല. ദൈവത്തിൻ്റെ ആത്മാവ് അത് പറയും. താഴേക്ക് വായിച്ചു വരുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിൻ്റെ ആഗ്രഹം ദൈവം അറിയുന്നെന്ന് അവിടെ താഴേക്ക് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. സഹോദര സഹോദരി, ക്രിസ്ത്യൻ ലൈഫ് ഈസ് ആൻ അമേസിംഗ് ലൈഫ്. നമ്മളിൽ എത്ര പേർ ആ ശ്രേഷ്ഠമേറിയ അനുഭവത്തിൽ നിന്ന് ജീവിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഈ വർഷം തീരാൻ തുടങ്ങുകയാ. ഇത്രമാത്രം ശ്രേഷ്ഠമേറിയ പൊട്ടൻഷ്യൽ നമ്മുടെ ജീവിതത്തിൽ, സ്പിരിച്വൽ പൊട്ടൻഷ്യൽ ഉണ്ടായിട്ടും ഇതൊന്നും അറിയാതെ തോറ്റ് ശത്രുവിനെ പേടിച്ച്, പിശാചിനെ പേടിച്ച്, ഒരു ഭീരുവിനെ പോലെ നമ്മൾ ജീവിച്ച് തീർക്കുകയല്ലേ ചെയ്യുന്നത്. കർത്താവ് പഠിപ്പിച്ചിരിക്കുന്ന ആത്മീക അനുഗ്രഹങ്ങളെ മറന്നിട്ട് ഈ നക്കാപ്പീച്ച ക്ഷണികമായിരിക്കുന്ന ഭൗതികമായ അനുഗ്രഹങ്ങൾക്ക് പിന്നാലെ നെട്ടോട്ടമല്ലേ നമ്മൾ ചെയ്യുന്നത്? എന്നും നിലനിൽക്കുന്ന ആത്മീക അനുഗ്രഹങ്ങൾ സ്വർഗം തുറന്ന ദാനമായി തരുവാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ അതിനൊന്നിനും നമുക്ക് സമയമില്ല, അതൊന്നും നമുക്ക് വേണ്ട. കുറച്ച് നാളത്തേക്ക്, കുറച്ച് ദിവസത്തേക്ക് ഭൂമിയിൽ ഉപയോഗിക്കുവാനുള്ള ചിലതിൻ്റെ പിന്നാലെ കൊച്ചു കുഞ്ഞുങ്ങൾ കളിപ്പാട്ടത്തിന് വേണ്ടി അടി ഉണ്ടാക്കുന്നത് പോലെ, കളിപ്പാട്ടത്തിന് വേണ്ടി വാശി പിടിക്കുന്നത് പോലെ നമ്മുടെ കർത്താവിൻ്റെ അടുത്ത് വാശി പിടിക്കുക, മുഖം വീർപ്പിച്ച് കാണിക്കുക കർത്താവിനോട്. ഞാൻ ചോദിച്ചതൊന്നും തന്നിട്ടില്ല. എന്താ നീ ചോദിച്ചത്? ചിലത് പറയത്തില്ലയോ, ഞാൻ കർത്താവിനോട് ചോദിച്ചതൊന്നും തന്നിട്ടില്ല. നീ എന്താ ചോദിച്ചത്? എൻ്റെ മോളുടെ കല്യാണം കഴിക്കണമായിരുന്നു. അതാ നീ ചോദിച്ചതല്ലേ? എനിക്കൊരല്പം സൗഖ്യം വേണമായിരുന്നു, അതാ ചോദിച്ചത്. കർത്താവ് സൗഖ്യം തന്നാൽ എത്ര നാൾ നീ സൗഖ്യത്തിലിരിക്കും? അത് പറ. മകളുടെ വിവാഹം കഴിപ്പിച്ചു കഴിഞ്ഞാൽ നിന്റെ പ്രോബ്ലം എല്ലാം തീരുമോ? അത് പറ. സാമ്പത്തികമായ കടക്കണി മാറ്റിയാൽ നിന്റെ പ്രോബ്ലം എല്ലാം തീരുമോ? നാളെ നീ ജീവിച്ചിരിക്കുമെന്നുള്ളൊരു തെളിവ് വല്ലതും ഉണ്ടോ? ഇതൊക്കെ അനുഭവിച്ചോണ്ട് നിന്റെ മരണശേഷമുള്ള നിത്യതയ്ക്ക് വേണ്ടി നീ എന്ത് ചോദിച്ചു കർത്താവിനോട്? ദൈവത്തിൻ്റെ വചനം പറയുന്നു, മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന് 33 വാക്യങ്ങൾ താഴേക്ക് പറയുന്നുണ്ട്. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും ചേർക്കപ്പെടും. നീ ആദ്യം ചോദിക്കേണ്ടത് അവിടുത്തെ രാജ്യത്തെക്കുറിച്ചും അവിടുത്തെ നീതിയെക്കുറിച്ചുമാണ്. അവിടുത്തെ രാജ്യത്തിൽ ജീവിപ്പാൻ, അവിടുത്തെ രാജ്യത്തിൽ നിലനിൽപ്പാനുള്ള വഴികളെക്കുറിച്ച്. കർത്താവേ, അങ്ങയുടെ നീതിയിൽ ജീവിപ്പാൻ എനിക്ക് കൃപ തരണമേ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ബാക്കിയുള്ളത് ഈ ഭൂമിയിലുള്ളത് എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും, ഇതൊക്കെ ജാതികൾ അന്വേഷിക്കുന്നെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്ന് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അറിയുന്നു. അതൊക്കെ കർത്താവ് നമുക്ക് തരുമെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. ഒരു ദൈവപൈതൽ പ്രാർത്ഥിക്കേണ്ട രീതിയാണ് അവിടെ കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നത് നമ്മളെ. ഞാൻ പോകട്ടെ വേഗം മുന്നോട്ട്. 1 കൊരിന്ത്യർ 6:19 പറയുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണെന്ന്, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന്. ഹല്ലേലൂയ. ഡോണ്ട് യു നോ ദാറ്റ് യു ആർ ദ ടെമ്പിൾ ഓഫ് ഗാഡ് ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ഗാഡ് ഡ്വെൽസ് ഇൻ യു. ദൈവം നമ്മളിൽ വസിക്കുകയാണ്. ഹല്ലേലൂയ. മറ്റു പല കെട്ടിടങ്ങളെക്കാൾ യെരുശലേം ദേവാലയത്തിൽ ഒരു കെട്ടിടത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്തോന്നറിയാമോ? 1, അത് ദൈവം കൊടുത്ത മാതൃക പ്രകാരം പണിഞ്ഞതാണ്. 2, ദൈവത്തിൻ്റെ സാന്നിധ്യം അതിൽ വസിക്കുന്നുണ്ട്. അതാണ് ആ കെട്ടിടത്തിൻ്റെ പ്രത്യേകത. ഈ ലോകത്തിലുള്ള മറ്റു മനുഷ്യരെക്കാൾ നമുക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? ഇത് കർത്താവ് വീണ്ടും ജനനം പ്രാപിപ്പിച്ച പുതിയ മനുഷ്യനാണ്.
ദൈവം എന്നിൽ വസിക്കുന്നു. നിന്റെ ജോലി സ്ഥലത്ത് ആ വ്യത്യാസം നിന്റെ ജീവിതത്തിൽ ഉണ്ടാവണം. കാരണം ലോകത്തിലുള്ള മറ്റുള്ള പ്രഗത്ഭന്മാരെക്കാളൊക്കെ നീ കടന്നു പോകുമ്പോൾ, നടന്നു പോകുമ്പോൾ, നീ അവിടെ തിരിക്കുന്നത് കാണുമ്പോൾ നിനക്കൊരു വ്യത്യാസം ഉണ്ടാകണം. കർത്താവ് പണിതളച്ച ശരീരമാണ് നിന്റേത്, വീണ്ടും ജനനം പ്രാപിച്ചത്. 2, അവൻ തന്നെ നിന്നിൽ വസിക്കുന്നു. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? 1 കൊരിന്ത്യർ 6:19, 1 കൊരിന്ത്യർ 3:16. നമ്മൾ മനസ്സിലാക്കണമേ, കർത്താവ് നമ്മളിൽ വസിക്കുന്നു. കർത്താവ് നമ്മളിൽ വസിക്കാൻ തക്കവണ്ണം അവിടെ നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുക. ഈ ശരീരം ദൈവത്തിൻ്റെതാണ്. ഹല്ലേലൂയ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഈ ഭൂമിയിലെ ദേവാലയങ്ങളെന്ന് പറഞ്ഞാൽ എൻ്റെ അകത്തെങ്ങാനും ചെരുപ്പ് പോലും ഇട്ടുകൊണ്ട് ഒരു മനുഷ്യൻ കയറാൻ പറ്റത്തില്ല. കയറാൻ പറ്റുമോ? നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ദേവാലയത്തിന് പുറത്ത്, ദേവാലയം എന്ന് പറഞ്ഞ കെട്ടിടങ്ങളുടെയൊക്കെ പുറത്തുനിന്ന് സിഗരറ്റ് വലിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. സിഗരറ്റ് വലിച്ച് കയറ്റി കഴിഞ്ഞിട്ട് അവിടെ ഇട്ടൊന്ന് ചവിട്ടിട്ട് മുണ്ടൊക്കെ അഴിച്ചിട്ടിട്ട് അകത്ത് കയറുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് പണ്ട്. ആരെങ്കിലും ഇതിനകത്ത് കയറുമെന്ന് വലിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അതെന്താ? വലിക്കണമെന്ന് തോന്നിയാലും പുറത്ത് പോയി വലിക്കും. അതെന്താ? ഇത് ദൈവത്തിൻ്റെ ആലയമാണെന്നുള്ളൊരു ഭാരമുണ്ട്, ഒരു പേടിയുണ്ട്. ആരെങ്കിലും ദേവാലയത്തിനകത്ത് കയറി ശൂശു വെക്കുമോ? ഇല്ല. അഥവാ അങ്ങനെ തോന്നിയാൽ വെളിയിൽ പോകും, അതിന് ബാത്റൂമിൽ പോകും. അപ്പോൾ ദൈവത്തിൻ്റെ ആലയമാണെന്നുള്ള ഭയവും പക്വതയും ബഹുമാനവും ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഞാൻ ചോദിക്കട്ടെ, ദൈവ പൈതലേ, നീയും ഞാനും ദൈവത്തിൻ്റെ മന്ദിരമാണെന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി എന്നോട് പറയുന്നെങ്കിൽ ആ പക്വതയോടും ആ പരിഭാവനതയോടുമാണോ നമ്മുടെ ശരീരങ്ങളെ നമ്മൾ സൂക്ഷിക്കുന്നത്? ചിന്തിച്ചു നോക്ക്. വളരെ വ്യക്തമായി നമ്മൾ ചിന്തിക്കണം. ദൈവസഭയെക്കുറിച്ച് പറയുന്നത്, എൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ഞാൻ നശിപ്പിക്കും. അത് മാനുഷികമായിട്ട് ഇൻഡിവിജ്വലി നമുക്ക് ആപ്ലിക്കബിൾ ആണ്. എൻ്റെ ശരീരത്തെ ഞാൻ നശിപ്പിക്കുകയാണെങ്കിൽ ദൈവം എന്നെ നശിപ്പിക്കും. ഈ ആത്മഹത്യ പാപമായി തീരുന്നത് അതുകൊണ്ടാണ്. 1, അവൻ ദൈവം കൊടുത്ത ജീവനെ എടുക്കുന്നു. 2, ദൈവം വസിക്കുവാൻ തക്കവണ്ണം ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന ശരീരത്തെ അവൻ നശിപ്പിക്കുകയാണ്. ഈ ലോകത്തിലെ സകല മനുഷ്യരെയും നോക്ക്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ വ്യഭിചാരികളായിട്ട് ജീവിക്കുന്നവരെ നോക്ക്, കവർച്ചക്കാരായിട്ട് ജീവിക്കുന്നവരെ നോക്ക്, എന്ത് വഴികളിൽ ജീവിക്കുന്നവരെ നോക്ക്. അവർക്കെല്ലാം ദൈവം ഒരു ശരീരം കൊടുത്തിരിക്കുന്നത് എന്തിനെന്നറിയാമോ? കർത്താവിന് ആ ശരീരത്തിൽ വസിക്കുവാൻ ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണ്. പക്ഷേ വാതിൽ നമ്മൾ തുറന്നു കൊടുത്തില്ല എങ്കിൽ കർത്താവ് അതിൻ്റെ ഉള്ളിൽ വന്ന് വസിക്കത്തില്ല. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇന്ന് നിന്റെ വാതിൽ കർത്താവിൻ്റെ സന്നിധി തുറന്നു കൊടുത്താൽ യു വിൽ ബിക്കം അനദർ മാൻ, യു വിൽ ബിക്കം അനദർ പേഴ്സൺ. You don't have to wait for another year. Instantly, immediately, the Lord will come in and dwell in you and He will make you born again. നിന്നെ വീണ്ടും ജനനത്തിലേക്ക് നയിക്കും. നമ്മളിപ്പോൾ കേട്ടത് ഇൻഡ്വെല്ലിംഗ് സ്പിരിറ്റിനെ കുറിച്ചാണ്. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. അടുത്തത് സാങ്ക്ടിഫിക്കേഷൻ, ശുദ്ധീകരണം. ഓരോ പ്രോസസ്സ് നോക്കിയേ. 1, അതിൽ നമ്മളെ വിടുവിച്ചു. 2, നമുക്ക് വീണ്ടും ജനനം തന്നു. 3, കർത്താവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. 4, നമ്മളെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കും. ഇതെല്ലാം കർത്താവാണ് ചെയ്യുന്നത്. നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളൊന്ന് സബ്മിറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. വണ്ടി ഓടിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? വണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല. ഡ്രൈവർ കയറിയിരിക്കുന്നു, ഡ്രൈവർ അതിനകത്ത് ഓയിൽ ഒഴിക്കുന്നു, അതിനകത്ത് ഫ്യൂവൽ നിറയ്ക്കുന്നു, അത് ക്ലീൻ ചെയ്യുന്നു, അകവും പുറവും വൃത്തിയാക്കുന്നു, അതിനെ ഓടിക്കുന്നു, തിരിച്ചു കൊണ്ട് അതിനെ ഇടുന്നു. എക്സാക്ട്ലി ദ സെയിം വേ. പക്ഷേ ഇവിടെ നമ്മൾ വണ്ടിയല്ലെന്ന് മാത്രമേ ഉള്ളൂ. നമുക്കൊരു ഫ്രീ വില്ല് കർത്താവ് തന്നിട്ടുണ്ട്, ചോയ്സ് തന്നിട്ടുണ്ട്. നമ്മൾ സബ്മിറ്റ് ചെയ്താൽ മാത്രം മതി കർത്താവിന്. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള ആ ഭവ്യതയിൽ, ആ അംഗീകാരത്തിൽ നമ്മൾ ജീവിച്ചാൽ മാത്രം മതി. സാങ്ക്ടിഫിക്കേഷൻ. 1 കൊരിന്ത്യർ 6:11. ഒത്തിരി ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ ഒരുപാട് വാക്യങ്ങളുണ്ട്. ഞാൻ അവിടെ എങ്ങും പോകുന്നില്ല. ഞാൻ സമയത്തിന് ചുരുക്കം കാരണം ചില കാര്യങ്ങൾ പറഞ്ഞ് ആ സത്യം മാത്രം ഒന്ന് പറഞ്ഞിരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. 1 കൊരിന്ത്യർ 6:11, 1 Corinthians 6:11. നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു എങ്കിലും നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി. അവിടെ എഴുതിയിരിക്കുന്നു. ആ വാക്യം ഒന്ന് വായിച്ചേ സഹോദരങ്ങൾ, ആരെങ്കിലും മൊത്തമായിട്ട്. അതിന് മുമ്പിൽ എഴുതിയിട്ടുണ്ട് ഏത് വകക്കാരായിരുന്നെന്ന്. മനുഷ്യൻ്റെ എല്ലാ സ്വഭാവവും അത്യാഗ്രഹവും ഒരുപാട് പരിപാടികൾ എഴുതിയിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് പറയുക, നിങ്ങളും ഈ വകക്കാരായിരുന്നു ചിലർ. വായിച്ച സഹോദരി. മതി. താങ്ക് യു സിസ്റ്റർ. അവിടെ എഴുതിയിരിക്കുന്നു നോക്കിയേ, നമ്മളെ ശുദ്ധീകരിക്കുന്നത് കർത്താവിൻ്റെ ആത്മാവും കർത്താവിൻ്റെ നാമവുമാണ്. അനുദിനം നമ്മളെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുക. അകത്തിരിക്കുന്ന നമ്മുടെ പരിശുദ്ധാത്മാവ്, കർത്താവ് നമ്മളോട് പറയുക, മോനെ നീ പോകുന്നത് ശരിയല്ല, മോനെ നീ പറയുന്നത് ശരിയല്ല, മോനെ മോളെ നീ ചെയ്യുന്നത് ശരിയല്ല, നീ ഇങ്ങനെ ചിന്തിക്കുന്നത് ശരിയല്ല. അത് കേൾക്കുന്നവരെ നമ്മളതിന് കീഴ്പ്പെട്ടിട്ട് പറയും, സോറി ലോർഡ്, സോറി,
എനിക്ക് ഐ ആം സോറി, എന്നോട് ക്ഷമിക്കുക കർത്താവേ, ഇനി അങ്ങനെ ചെയ്യാതിരിക്കാനുള്ള കൃപ തരണമേ, കർത്താവെ ഞങ്ങളുടെ രക്തം കൊണ്ട് എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ എന്ന് പറഞ്ഞ് നമ്മൾ പുതുക്കം പ്രാപിച്ച് ഓരോ ദിവസവും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വീഴത്തില്ലെന്നല്ല, വീണാൽ ആ നിമിഷം എഴുന്നേറ്റ് നമ്മെ തന്നെ കഴുകി വെടിപ്പാക്കി ഇനി വീഴാതിരിക്കാൻ തക്കവണ്ണം സൂക്ഷിക്കുക. സൂക്ഷിച്ചാലും ശരി, ചിലപ്പോൾ വീഴുന്നിരിക്കും, ഇല്ലേ? നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി കുട്ടപ്പിയാക്കി ഉടുപ്പൊക്കെ ഇടിപ്പിച്ച് വെളിയിൽ വിടും. അവർ പോയി പിള്ളേരുടെ കൂടെ ചാടി മറിഞ്ഞിട്ട് അവർ ഓർക്കുമോ അമ്മ പറഞ്ഞു വിട്ടത്? ഉടുപ്പിലൊന്നും അഴുക്കാക്കരുത്, ദേഹത്തൊന്നും ചെളിയാക്കരുതെന്ന് പറഞ്ഞു വിട്ടത് വല്ലതും അവർ ഓർക്കുമോ? അവർ ചാടി മറിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്ന് അമ്മയെ കാണുമ്പോഴാണ് ഓർക്കുന്നത് അമ്മ പറഞ്ഞത്. പക്ഷെ അമ്മ എന്തോ ചെയ്യും? വീണ്ടും പിടിച്ച് കുളിപ്പിച്ച് കഴുകി വീണ്ടും ഒരു ഉടുപ്പിടിപ്പിക്കും. കർത്താവ് അങ്ങനെയാണ്. കർത്താവ് പറഞ്ഞതൊക്കെ നമ്മൾ മറക്കും ലോകത്തിലോട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ. ചിലത് കാണുമ്പോൾ, ചിലത് കേൾക്കുമ്പോൾ, ചിലത് ചിന്തിക്കുമ്പോൾ, ചിലരുടെ കൂടെ കൂടുമ്പോൾ അറിയാതെ നമ്മൾ മറന്നു പോകും. ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ പറഞ്ഞു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ചിന്തിച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് ഓർക്കും പരിശുദ്ധാത്മാവ് ഉള്ളിലുണ്ടല്ലോ. ആത്മാവ് ഓർമ്മിപ്പിക്കും നമ്മളെ. കർത്താവ് അകത്ത് വസിക്കുന്നു. കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ നമ്മൾ പറയാം, കർത്താവേ ഐ ആം സോറി. കരയണം. ഓഫീസിലാണെങ്കിലും ഇരുന്ന് കരയണം, ഉള്ളിൽ വണ്ടിയിലാണെങ്കിലും ഇരുന്ന് കരയണം, ചിന്തിക്കണം. കർത്താവ് കഴുകി ശുദ്ധീകരിച്ച് വീണ്ടും നമ്മളെ പുതുക്കാകും. അനുദിനം അനുനിമിഷമോ നടന്നുകൊണ്ടിരിക്കുന്ന ശുദ്ധീകരണം അത് കർത്താവ് ചെയ്യുന്ന പ്രവൃത്തിയാണ്. നമ്മൾ സമർപ്പിച്ചു കൊടുത്താൽ മാത്രം മതി. 1 കൊരിന്ത്യർ 1:9 പറഞ്ഞ്, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവിടെ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അകൃത്യങ്ങളെയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. കർത്താവ് നമ്മളെ ശുദ്ധീകരിക്കും. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നെവർ ടേക്ക് ദിസ് മെസ്സേജ് ആസ് എ മെസ്സേജ് ഓഫ് കണ്ടമിനേഷൻ. ശിക്ഷാവിധിയുടെ മെസ്സേജ് അല്ല ഈ കേൾക്കുന്നത്. ഹല്ലേലൂയ. നീ വിശ്വാസിയായിരിക്കാം, കർത്താവിൻ്റെ സന്നിധിയിൽ ഉടമ്പടി ചെയ്ത വ്യക്തിയായിരിക്കാം. പക്ഷേ നീ പാപത്തിൽ വീണുപോയെങ്കിൽ, പാപത്തിന്റെ വഴികളിലാണ് നീ ജീവിക്കുന്നതെങ്കിൽ, നീ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്ന് കർത്താവിനോട് നിരപ്പ് പ്രാപിക്കുക. കർത്താവ് വിശുദ്ധീകരിക്കുന്നവനാ. ഹല്ലേലൂയ. നിന്റെ കളങ്കത്തെ കർത്താവ് കഴുകി മാറ്റും. അവിടുത്തെ പരിശുദ്ധ രക്തം നിന്നെ കഴുകി ശുദ്ധീകരിക്കും, വിശുദ്ധീകരിക്കും. ഹല്ലേലൂയ. കറയും ചുടുക്കവും ഇല്ലാതെ വണ്ണം തനിക്ക് മണവാട്ടിയായി നിന്നെ അവൻ സൂക്ഷിക്കും. കർത്താവിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വാ. എബ്രായ ലേഖനം 9-ാം അധ്യായം 13-14 വാക്യങ്ങളൊന്ന് വായിച്ച് ആ ഭാഗവുമായി ബന്ധപ്പെട്ട് അടുത്ത 5-8 മിനിറ്റ് കൊണ്ട് ദൈവവചനം നിർത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഹീബ്രൂസ് ചാപ്റ്റർ 9:13 and 14. ആട്ടുകൊറ്റന്മാരുടെയും ആ ആ ആ ആ ആ ആ താങ്ക് യു സിസ്റ്റർ. ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭക്ഷണവും, ഇതെല്ലാം പഴയ നിയമത്തെക്കുറിച്ചാണ് പറയുന്നത്. ജഡീക ശുദ്ധി വരുത്തുന്നുവെങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. കർത്താവിന് മാത്രമേ നമ്മളെ ശുദ്ധീകരിക്കാൻ പറ്റൂ. ഹി ഹാസ് ദ ക്ലെൻസിങ് പവർ. ഹിസ് ബ്ലഡ് ഹാസ് ദ ക്ലെൻസിങ് പവർ. നോ മാറ്റർ ഹൗ മച്ച് യുവർ മൈൻഡ് ഈസ് കണ്ടാമിനേറ്റഡ്. നിന്റെ മനസ്സ് എത്രമാത്രം അശുദ്ധീകരണം വന്നതായാലും ശരി, ഏതെല്ലാം പാപത്തിൽ നീ വീണുപോയാലും ശരി, കർത്താവിനോട് ചെയ്ത ഉടമ്പടിയൊക്കെ ലംഘിച്ച് വീണ്ടും പോയതായാലും ശരി, മടങ്ങി കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നാൽ തൻ്റെ രക്തത്താൽ അവൻ നിന്നെ കഴുകി ശുദ്ധീകരിക്കും. പുതിയൊരു പാതയിലേക്ക് അവനോട് കൂടെ നടക്കുവാൻ എനിക്ക് അനേക വിശുദ്ധന്മാരെ കുറിച്ചറിയാം. കർത്താവിൻ്റെ സന്നിധിയിൽ ശക്തിയോടെ ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ ഉപയോഗിച്ച അനേക ഭക്തന്മാരെ കുറിച്ചറിയാം. അവരെയൊക്കെ ദൈവം വിടുവിച്ചെടുത്ത വഴികൾ, മ്ലേച്ഛകരമായ വഴികളിൽ നിന്ന് കർത്താവിനെ വിടുവിച്ച് ശ്രേഷ്ഠമേറിയ ശുശ്രൂഷകൾ അവരെ ഏൽപ്പിച്ച് കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി പിന്നീടുള്ള കാലങ്ങളിൽ ജീവിക്കാൻ. ജോൺ ന്യൂട്ടനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അഗസ്റ്റിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടോ? അവരുടെയൊക്കെ ജീവിതമൊക്കെ നോക്കണം. നമ്മളൊന്നും ചിന്തിക്കാത്ത വഴികളിലൂടെ അവരൊക്കെ ജീവിച്ചതാണ്. തകർന്ന തരിപ്പണമായ ജീവിതങ്ങളായിരുന്നു അവരുടേത്. അതൊക്കെ കർത്താവ് പണിതെടുത്ത് അനേകരുടെ മുമ്പിൽ തൻ്റെ സാക്ഷികളായി അവരെ നിർത്തി. ഹല്ലേലൂയ. ഞാൻ വേഗം മുന്നോട്ട് പോട്ടെ. ദ ലാസ്റ്റ് പോയിന്റ്, അഷ്വറൻസ് ആൻഡ് ഹോപ്പ്. നമ്മുടെ കർത്താവ് നമ്മുടെ ഉള്ളിലേക്ക് വന്നു. അവിടുന്ന് എന്ത് ചെയ്തു? നമ്മളെ അവിടുന്ന് വീണ്ടെടുപ്പ് നടത്തി. ഹി റെഡീംഡ് us. ഹി മേഡ് us to be born again. He is dwelling in us. He is sanctifying us. And now, until the end of our life, this all happening. And now what is happening? The assurance and hope. പ്രത്യാശയും ഉറപ്പും നമുക്ക് തന്നു. പ്രത്യാശയും ഉറപ്പും തന്നു. എന്താ പ്രത്യാശയും ഉറപ്പ്? പ്രയാസങ്ങളും പ്രശ്നങ്ങളും നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ കർത്താവ് അകത്തു എന്ന് പറയും, മോനെ നീ ഭയപ്പെടേണ്ട, ഇത് താൽക്കാലികമാണ്, കുറച്ച് നാളത്തേക്കേ ഉള്ളൂ. നിനക്ക് വേണ്ടി ശ്രേഷ്ഠമായൊരു സ്ഥലം ഞാൻ ഒരുക്കിക്കൊണ്ടിരിക്കുക.
നീ അനുഭവിക്കുന്നതിനൊക്കെ പ്രതിഫലം ഞാൻ തരും സ്വർഗത്തിൽ. നീ ഏൽക്കുന്ന നിന്ദയുണ്ടല്ലോ, പരിഹാസമുണ്ടല്ലോ, കല്ലേറുണ്ടല്ലോ, ഇതിനൊക്കെ ഞാൻ സ്വർഗത്തിൽ പരിഹാരം തരും. ഈ ലോകത്തിൽ നിനക്ക് നഷ്ടപ്പെട്ടു പോയെന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ താൽക്കാലികമാന്നേ. അത് കിട്ടിയായിരുന്നേലും എത്ര നാൾ നിൻ്റെ കയ്യിൽ ഇരുന്നേനെ. പക്ഷെ നിത്യമായി നിലനിൽക്കുന്നത് നിനക്ക് ഞാൻ തരും. ഹല്ലേലൂയ. വേഗം ഒന്ന് ചില വാക്യങ്ങളൊന്ന് വായിച്ച് നമുക്ക് പെട്ടെന്ന് നിർത്താം. 1 യോഹന്നാൻ 1 യോഹന്നാൻ 5-ാം അധ്യായം 12-13 വാക്യങ്ങളൊന്ന് വായിച്ചേ. 1 John chapter 5 verse 12 to 13. അല്ലല്ല, ആ സാക്ഷ്യമോ ദൈവം നമുക്ക് നിത്യജീവനെ തന്നു എന്നുള്ളത്. മതി, അവിടെ അത്ര നിർത്തിയാൽ മതി സിസ്റ്റർ. ഒത്തിരി കാര്യങ്ങളുണ്ട് താഴോട്ട്, ഞാനവിടെ പോകുന്നില്ല. ആ സാക്ഷ്യമോ, ദൈവം തന്നിരിക്കുന്നത് സാക്ഷ്യം എന്താണെന്നറിയാമോ? എപ്പോഴും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് നിത്യജീവനുണ്ട്. ഈ നിത്യജീവൻ ആരുടെ ജീവനാണെന്നറിയാമോ? ക്രിസ്തുവിന്റെ ജീവനാ. ആ ക്രിസ്തുവിന്റെ ജീവൻ, ക്രിസ്തു നമ്മുടെ ഉള്ളിലേക്ക് വന്നപ്പോൾ നമ്മൾ ആ ജീവനെ പ്രാപിച്ചു. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എന്താ? എന്നേക്കും ജീവിച്ചിരിക്കുന്നതാണോ നിത്യജീവൻ? അല്ല. നരകത്തിലും പോയി ജീവിക്കുന്നുണ്ട്, അത് നിത്യജീവനാണോ? യോഹന്നാന്റെ സുവിശേഷം 3:16 പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. നിത്യജീവൻ എന്ന് പറഞ്ഞത് ആ ജീവന്, ദ ലൈഫ് വിച്ച് ഹാസ് നോ ബിഗിനിങ് ആൻഡ് വിച്ച് ഹാസ് നോ എൻഡ്, ദാറ്റ് ഈസ് കോൾഡ് ഇറ്റേണൽ ലൈഫ്. നൗ ടെൽ മീ ഹൂസ് ലൈഫ് ഈസ് ദാറ്റ്? ഇറ്റ് ഈസ് ദ ലൈഫ് ഓഫ് ഗോഡ്. തുടക്കവും ഒടുക്കവും ഇല്ലാത്ത ലൈഫാണ് എവർലാസ്റ്റിംഗ് ലൈഫ് എന്ന് പറയുന്നത്. നമുക്ക് നിത്യജീവൻ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവത്തിന്റെ ജീവൻ ഉണ്ടെന്ന് അതിന്റെ അർത്ഥം. When Jesus came and he lives in me, I have the life of God in me. That is what it means. Hallelujah. എനിക്ക് നിത്യജീവനെ കർത്താവ് തന്നു. ഈ ബൈബിൾ BIBLE എന്ന് പറയുമ്പോൾ ബൈബിളിന് ഒരു പല ഫുൾ ഫോം മനുഷ്യരുണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് ഒരു ഫുൾ ഫോം ഉണ്ട്, അതെനിക്ക് വലിയ ഇഷ്ടമാണ് കേൾക്കാൻ. എന്തുവെന്നറിയാമോ? ബിഹോൾഡ് ഐ ബ്രിങ് ലൈഫ് ഇറ്റേണൽ. BIBLE. Behold, I bring life eternal. ഇതാ ഞാൻ നിനക്ക് നിത്യജീവനെ കൊണ്ടുവരുന്നു. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ജീവൻ എന്നാ. ദൈവത്തിൻ്റെ ജീവൻ എന്നിൽ വസിക്കുകയാണ്. ദൈവത്തിൻ്റെ ജീവൻ എന്നിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വഭാവമുള്ളവനായി ഞാൻ മാറിക്കൊണ്ടിരിക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം വെറുക്കുന്ന കാര്യങ്ങൾ ഞാൻ വെറുക്കുന്നു. ദൈവം സ്നേഹിക്കുന്ന കാര്യങ്ങൾ ഞാൻ സ്നേഹിക്കുന്നു. ദൈവം മനുഷ്യരെ എങ്ങനെ കാണുന്നു അതുപോലെ ഞാൻ കാണാൻ തുടങ്ങുന്നു. ദൈവം എങ്ങനെ സ്നേഹിച്ചു അതുപോലെ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങുന്നു. ദൈവം എത്ര സൗമ്യതയോടെ, ക്രിസ്തുവിന്റെ സൗമ്യതയെ കുറിച്ചൊക്കെ മുമ്പേ നമ്മൾ കേട്ടല്ലോ. ക്രിസ്തുവിന്റെ സൗമ്യത പോലെ ഞാൻ സൗമ്യതയാകുവാനായിട്ട് ആഗ്രഹിക്കുന്നു, അതിനായി ശ്രമിക്കുന്നു. അതാ ദൈവത്തിന്റെ ജീവൻ. പിന്നെ പ്രത്യേകത എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ ജീവൻ ഒരിക്കലും നശിക്കത്തില്ല. അത് തന്നെയാണ്, നമ്മൾ മരിച്ചാലും നമ്മൾ ജീവിക്കും. ഏതാ? ഈ ഒരു ട്രാൻസിഷൻ നടക്കുമെന്നേ ഉള്ളൂ. എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ജീവൻ പുറത്തു പോകും. എങ്ങോട്ടാ? നേരെ നിത്യതയിലോട്ട്. അവിടെ പോയി ഞാൻ നിത്യമായി വസിക്കും. ഞാൻ മരിച്ചു വീഴുമ്പോൾ പെട്ടെന്ന് പറയും, അയ്യോ റഞ്ചി പോയി. കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയും, പോയിട്ടൊന്നുമില്ല, പുള്ളിക്കാരൻ അവിടെ ഉണ്ട്, നമുക്കവിടെ ചെല്ലുമ്പോൾ കാണാം. അതല്ലേ നമ്മുടെ പ്രത്യാശ. ഭക്തന്മാർ പാടുന്നതൊക്കെ അങ്ങനല്ലേ? മറുകരയിൽ നാം കണ്ടിടും അല്ലേ? അങ്ങേ കരയിൽ നമുക്ക് കാണാൻ പറ്റും അവനെ. ഈ ലോകത്തിൽ ആർക്കത് പറയാൻ പറ്റും? എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഇതാണ് അഷ്വറൻസ് ആൻഡ് ഹോപ്പ്. ഇതാണ് സ്വർഗം തന്നിരിക്കുന്ന പ്രത്യാശ. ഏത് പ്രയാസങ്ങളും പ്രതികൂലങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഈ പ്രത്യാശയിലാണ് നമ്മൾ ഉറയ്ക്കുന്നത്. അതുകൊണ്ടാണ് 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 15 മുതൽ താഴേക്ക് വരുന്നത് 16-ാമത്തെ, നിങ്ങൾ ശേഷമുള്ളവരെ പോലെ പ്രത്യാശയില്ലാത്തവരാകരുതെന്ന്. ഈ പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവണം. ഈ പ്രത്യാശ ഉള്ളപ്പോഴാണ് ഈ ലോകം കർത്താവ് എന്നെ അംഗീകരിച്ചില്ലേലും, സഭയിലുള്ളവരെന്നെ അംഗീകരിച്ചില്ലേലും, കൂടുതദേവദാസന്മാരെന്നെ അംഗീകരിച്ചില്ലെങ്കിലും, എനിക്കൊന്നുമില്ലെങ്കിലും കർത്താവ് ഈ പ്രത്യാശ അങ്ങ് എനിക്ക് തന്നിട്ടുണ്ടല്ലോ. ഇറ്റ് ഈസ് ജസ്റ്റ് എ മാറ്റർ ഓഫ് ഫ്യൂ ഡേയ്സ് ഓർ ഫ്യൂ ഇയേഴ്സ്, ദാറ്റ്സ് ഇറ്റ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടുത്തി ഒരു നാൾ വരുന്നുണ്ട്. ഹല്ലേലൂയ. ഞാൻ വേഗം പറഞ്ഞു നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 24-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം. അവിടെ നിന്ന് നിർത്തിക്കുക സിസ്റ്ററെ. കേട്ടോ, നിത്യജീവന്റെ പ്രത്യേകത കണ്ടോ? ഈ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എന്നും ജീവിക്കുന്ന ജീവനെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. എന്നും ജീവിക്കുന്ന ജീവൻ നരകത്തിലുമുണ്ട്. നരകത്തിൽ ആരെങ്കിലും വീട് കഴിഞ്ഞാൽ അവനും എന്നും അവിടെ ജീവിക്കും. അതല്ല നിത്യജീവൻ. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ലൈഫ് ഓഫ് ഗോഡ് വിച്ച് ഹാസ് നോ ബിഗിനിങ് ആൻഡ് നോ എൻഡ്. തുടക്കവും ഒടുക്കവും ഇല്ലാത്ത ജീവിതം, അത് ദൈവത്തിൻ്റെ ജീവൻ മാത്രമാണ്. അത് നമുക്കുണ്ടെന്ന്. അതാ ദൈവം നമുക്ക് ദാനം തന്നിരിക്കുന്നത്.
ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവന്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടക്കുന്നു. ഏത് മരണത്തിൽ നിന്ന്? ആത്മീക മരണത്തിൽ നിന്ന് ആത്മീക ജീവനിലേക്ക് കടക്കുന്നു. ഈ വിശ്വസിച്ച വചനത്തിൽ വിശ്വസിച്ചവനും ഭൗതികമായിട്ട് മരിക്കത്തില്ലേ? നമ്മൾ മരിക്കത്തില്ലേ ഭൗതികമായിട്ട്? ക്രിസ്തു മരിച്ചില്ലേ? അപ്പോസ്തലന്മാർ മരിച്ചില്ലേ? അപ്പോൾ ആ മരണത്തെക്കുറിച്ചല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്ന മരണം ആത്മീക മരണത്തെക്കുറിച്ച്, സ്പിരിച്വൽ ഡെത്തിനെ കുറിച്ചാണ്. അപ്പോൾ എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ആത്മീക മരണത്തിൽ നിന്ന് ആത്മീക ജീവനിലേക്ക് കടന്നിരിക്കുന്നു. അതാ കർത്താവ് പറഞ്ഞത്. 25-ാമത്തെ വാക്യം, ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. കുറേ കാലം മുമ്പ് വരെ ഞാൻ ചിന്തിച്ചിരുന്നത് കർത്താവ് റാപ്ചറിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നതെന്നാണ്. അങ്ങനെ ഞാൻ ആദ്യമൊക്കെ ചിന്തിച്ചു വെച്ചിരുന്നത്. കർത്താവിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നമ്മളെല്ലാവരും മരിച്ചവരൊക്കെ ഉയർക്കുന്നു. ആ മരിച്ചവരല്ല ഈ മരിച്ചവർ, ഇത് ആത്മീയമായി മരിച്ചവരെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. കാരണം മോളത്തെ വാക്യവുമായിട്ടുള്ള കണക്റ്റഡാണ്. കർത്താവിൻ്റെ ശബ്ദം കേട്ട് ആത്മീകമായി മരിച്ചവർ ഉയർക്കുന്ന നാഴിക വരുന്നു. ഇന്നതല്ലേ നമ്മളൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ ആത്മീകമായി കർത്താവിൻ്റെ വചനം കേട്ട് ആത്മീകമായി ഉയർക്കപ്പെട്ടവരല്ലേ? എഫേസ്യ ലേഖനം 1:2 പറയുന്ന പോലെ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരാരും നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. നിത്യജീവനുമായി ബന്ധപ്പെട്ട ഒരു വാക്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുന്നു. 2 minutes. 17-ാം അധ്യായം, യോഹന്നാൻ 17-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം, ഏകസത്യദൈവമായ നിന്നെയും, ഐ എം റീഡിംഗ് ഫ്രം ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 17:3, ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. നമ്മൾ തുടങ്ങിയത് എങ്ങനെയാണ്? ഒരു അറിവിനെ കുറിച്ചാണ് പറഞ്ഞത്. അറിവില്ലെങ്കിൽ ബന്ധം വളരില്ല, അറിവില്ലെങ്കിൽ ബന്ധമില്ല. ദൈവവുമായിട്ടുള്ള ബന്ധം ദൈവത്തെ അറിയുന്നതിലൂടെയാണ്. ആ ദൈവത്തെ അറിയുന്നതാണ് നിത്യജീവൻ. ഗോഡ്സ് ലൈഫ് ഇൻ അസ്. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും പറയാൻ പറ്റുമല്ലോ, വാട്ട് ഡിഡ് ഗോഡ് ഡു ഫോർ മീ? വാട്ട് ഹാസ് ദ ലോർഡ് ഡൺ ഫോർ മീ? യേശു എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നതെന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പറയാൻ പറ്റും. വലിയ കാര്യമാണ്. എനിക്ക് വില കൊടുത്ത് എന്നെ വാങ്ങുവാൻ, എന്നെ വീണ്ടും ജനനത്തിലാക്കി ഒരു പുതിയ മനുഷ്യനാക്കി, ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റുവാൻ, എന്നിൽ വസിക്കുവാൻ തക്കവണ്ണം, ഹല്ലേലൂയ സ്തോത്രം, എന്നെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം, ഹല്ലേലൂയ ശുദ്ധീകരണത്തിലൂടെ എന്നെ നടത്തുക മാത്രമല്ല, പിന്നെയോ ഹല്ലേലൂയ ശ്രേഷ്ഠമേറിയ പ്രത്യാശയെ ഹോപ്പും തന്ന് അന്ത്യത്തോളം എന്നെ നടത്തി തൻ്റെ രാജ്യത്തിലേക്ക് എന്നെ കൈക്കൊള്ളുവാൻ തക്കവണ്ണം. അമേസിങ് ലൈഫ് സ്പാനായത് ക്രിസ്ത്യൻ ലൈഫ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ സന്നിധി നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. കേൾപ്പിച്ച ദൈവവചനത്തിനായിട്ട് സ്തോത്രം ചെയ്യാം.